വിശദമായ റിപ്പോർട്ടുകളിലേക്ക്. ഇന്ന് കർക്കിടക വാവ് പിതൃതർപ്പണം നടത്തിയ ആയിരങ്ങൾ. ആലുവ മണപ്പുറത്തും തിരുവല്ലത്തും ശംഖുമുഖത്തും വൻ തിരക്കാണ് അനുഭവപ്പെടുന്നത്. കനത്ത സുരക്ഷയാണ് പോലീസ് ഒരുക്കിയിരിക്കുന്നത്. കോഴിക്കോട്ട് നിന്ന് മേഘ മാധവൻ ചേരുകയാണ്. മേഘ, വലിയ തിരക്ക് തന്നെയാണോ അനുഭവപ്പെടുന്നത്? എന്താണ് ഏറ്റവും പുതിയ വിശദാംശങ്ങൾ? അഞ്ജു, ഞാനിപ്പോൾ നിൽക്കുന്നത് കോഴിക്കോട് വരയ്ക്കൽ കടപ്പുറത്താണ്. ഇവിടെ ഇന്നലെ വൈകിട്ട് 6 മണി മുതൽ തന്നെ ബലിയിടൽ കർമ്മങ്ങൾ ആരംഭിച്ചിരുന്നു. ഇത്തവണ വാവ് മുഹൂർത്തം എന്ന് പറയുന്നത് നേരത്തെ തന്നെ പ്രത്യക്ഷപ്പെട്ടതിനാലാണ് ബലിയിടൽ കർമ്മം ഇന്നലെ വൈകിട്ട് 6 മണി മുതൽ തന്നെ ഇവിടെ ആരംഭിച്ചത്. ഏകദേശം 10 മണിയോടെയായിരിക്കും ബലിയിടൽ കർമ്മം നടക്കുക. വലിയ ജനത്തിരക്ക് തന്നെയാണ്, വിശ്വാസികളുടെ വലിയൊരു ഒഴുക്ക് തന്നെയാണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇന്നലെ വൈകിട്ട് 6 മണിക്ക് ആരംഭിച്ചിട്ട് പോലും ഇപ്പോൾ സമയം 7 മണിയിലേക്ക് കടന്നിരിക്കുന്നു. വിശ്വാസികൾ, സ്ത്രീകളും കുട്ടികളും പുരുഷന്മാരും ഉൾപ്പെടെയുള്ള വിശ്വാസികൾ ഇവിടേക്ക് ഒഴുകിയെത്തുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈ വാവു ദിനത്തിൽ ബലി അർപ്പിച്ചാൽ പിതൃക്കളുടെ ആത്മാക്കൾക്ക് മോക്ഷം കിട്ടുമെന്നാണ് വിശ്വാസികൾ കരുതുന്നത്. അതുകൊണ്ട് തന്നെ വലിയ തരത്തിലുള്ള വിശ്വാസികളുടെ ഒരു ഒഴുക്ക് തന്നെയാണ് നമുക്ക് ഇവിടെ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഈ വരയ്ക്കൽ കടപ്പുറത്ത് ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും പ്രത്യേകം ഇടങ്ങളിലായിട്ടാണ് ബലിയിടൽ കർമ്മങ്ങൾ നടത്താനുള്ള സജ്ജീകരണം ഒരുക്കിയിരിക്കുന്നത്. നമുക്കറിയാം, മഴക്കാലം കൂടിയാണ്. കടലിന് സമീപത്ത് ആയതുകൊണ്ട് തന്നെ വലിയ തരത്തിലുള്ള സുരക്ഷയിൽ കൂടിയാണ് ഈ ബലിയിടൽ കർമ്മങ്ങൾ ഇവിടെ പുരോഗമിക്കുന്നത്. ലൈഫ് ഗാർഡ് ഉൾപ്പെടെയുള്ളവ സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കി ഇവിടെയുണ്ട്. കോഴിക്കോട് സിറ്റി പോലീസ് കമ്മീഷണറുടെ നേതൃത്വത്തിൽ രൂപീകരിച്ച വലിയൊരു സംഘം പോലീസ് ടീമും ഇവിടെ സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കി ഇവിടെയുണ്ട്. നേരത്തെ ഈ പ്രദേശത്താണ് മലേറിയ സ്ഥിരീകരിച്ച ഒരു സാഹചര്യം കൂടെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ മെഡിക്കൽ സംഘവും ഇവിടെ ഇന്നലെ മുതൽ തന്നെ ഇവിടെ നില ഉറപ്പിച്ചിരുന്നു. എല്ലാ തരത്തിലും വലിയ ഒരുക്കങ്ങളാണ് വരയ്ക്കൽ കടപ്പുറത്ത് സജ്ജീകരിച്ചിരിക്കുന്നത്. ഇന്നലെ വൈകിട്ട് 6 മണി മുതൽ തന്നെ വിശ്വാസികളുടെ വലിയൊരു ഒഴുക്ക് തന്നെയായിരുന്നു. ഇപ്പോഴും വിശ്വാസികൾ ഇങ്ങോട്ട് ഒഴുകിയെത്തുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിച്ചുകൊണ്ടിരിക്കുന്നത്. മലബാർ മേഖലയെ സംബന്ധിച്ച് പറയുമ്പോൾ വയനാട് തിരുനെല്ലിയിലും ഒപ്പം തന്നെ മലപ്പുറം തിരുനാവായയിലും ബലിയിടൽ കർമ്മങ്ങൾ നടക്കുന്ന പ്രധാന കേന്ദ്രങ്ങളാണ്. അവിടെയൊക്കെ തന്നെയും ഹിന്ദുമത വിശ്വാസികൾ ഒഴുകിയെത്തുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. കണ്ണൂരിൽ പയ്യന്നൂർ കടപ്പുറത്തും ഇത്തരത്തിൽ ബലിയിടൽ കർമ്മങ്ങൾ നടക്കുന്നുണ്ട്. ഇതാണ് ഓരോ ജില്ലകളുടെയും പ്രധാന കേന്ദ്രം. അവിടേക്ക് തന്നെ വിശ്വാസികൾ ഒഴുകിയെത്തുന്നു. കോഴിക്കോട് ജില്ലയിലും പലയിടത്തും ഇത്തരത്തിലുള്ള ബലിയിടാനുള്ള അവസരം ഒരുക്കിയിട്ടുണ്ട്. ഏതായാലും ഇപ്പോൾ സമയം 7 മണി കഴിഞ്ഞിരിക്കുന്നു. ഏകദേശം 10 മണി വരെ ആയിരിക്കും ഈ വരയ്ക്കൽ കടപ്പുറത്ത് ബലിയിടാനുള്ള സജ്ജീകരണം ഉണ്ടാവുക. അഞ്ജു, ശരി, വ്യക്തമാണ്. മേഘയാണ് കോഴിക്കോട്ട് നിന്നുള്ള വിവരങ്ങൾ നൽകിയത്. തിരുവനന്തപുരത്തെ വിവരങ്ങളുമായി ഇപ്പോൾ റിനു ശ്രീധർ കൂടി ചേരുകയാണ്. റിനു, തെക്കൻ കേരളത്തിൽ തിരുവല്ലത്തും ഒപ്പം ശംഖുമുഖത്തുമാണ് വലിയ തിരക്ക് അനുഭവപ്പെടുന്നത്. ഇവിടുത്തെ ക്രമീകരണങ്ങൾ എങ്ങനെയാണ്? റിനു, കേൾക്കാമെങ്കിൽ. എന്തായാലും ഇന്ന് കർക്കിടക വാവിനോടനുബന്ധിച്ച് വലിയ തിരക്കുകൾ തന്നെയാണ് സംസ്ഥാനത്തുടനീളമുള്ള ക്ഷേത്രങ്ങളിലും ഒപ്പം ക്രമീകരിച്ചിരിക്കുന്ന സ്ഥലങ്ങളിലും നടക്കുന്നത്. പിതൃതർപ്പണം നടത്തുന്നത് ആയിരങ്ങളാണ്. പ്രത്യേകിച്ച് ആലുവ മണപ്പുറത്തും തിരുവല്ലത്തും ശംഖുമുഖത്തുമാണ് വലിയൊരു തിരക്ക് തന്നെ ഒരുക്കിയിരിക്കുന്നത്. കനത്ത സുരക്ഷ തന്നെയാണ് പോലീസ് ഒരുക്കിയിരിക്കുന്നത്. ആലുവ മണപ്പുറത്ത് കർക്കിടക വാവ് പുലർച്ചെ തന്നെ ആരംഭിച്ചതാണ്. ഇന്നലെ സന്ധ്യയോടെ തന്നെ ഇതിനുള്ള ഒരുക്കങ്ങൾ ഏതാണ്ട് പൂർത്തിയാക്കി കഴിഞ്ഞിരുന്നു. ഇന്ന് 3 മണിവരെയാണ് ബലിയിടൽ നടക്കുക. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ആയിരങ്ങളാണ് പിതൃക്കൾക്ക് കർമ്മം ചെയ്യാൻ ഓരോ കേന്ദ്രങ്ങളിലും എത്തിക്കൊണ്ടിരിക്കുന്നത്. തിരുവനന്തപുരത്തെ വിവരങ്ങളുമായി ഇപ്പോൾ റിനു ശ്രീധർ ചേരുകയാണ്. റിനു, തെക്കൻ കേരളത്തിൽ ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ തിരക്ക് അനുഭവപ്പെടുന്നത് തിരുവല്ലത്തും ശംഖുമുഖത്തുമാണ്. ഇവിടുത്തെ ക്രമീകരണങ്ങൾ എങ്ങനെയൊക്കെയാണ്? അഞ്ജു, തീർച്ചയായിട്ടും തെക്കൻ കേരളത്തിൽ പിതൃതർപ്പണത്തിനായി ജനങ്ങൾ ആശ്രയിക്കുന്നത് തിരുവല്ലം പരശുരാമ ക്ഷേത്രവും അതുപോലെ തന്നെ ശംഖുമുഖവുമാണ്. മറ്റു സ്ഥലങ്ങൾ ഉണ്ടെങ്കിൽ പോലും പ്രധാനമായും ജനങ്ങൾ എത്തിച്ചേരുന്നത് ഇവിടെ തന്നെയാണ്. ഇവിടെ രാവിലെ മുതൽ നല്ല തിരക്കാണ്. രാവിലെ 4:30 മുതൽ ബലിതർപ്പണം ആരംഭിച്ചു കഴിഞ്ഞു. ഈ ഭാഗത്തൊക്കെ തന്നെ ജനങ്ങൾ നൂറുകണക്കിന് ആൾക്കാരാണ് പിതൃതർപ്പണത്തിനായി എത്തിച്ചേരുന്നത്. എടുത്തു പറയേണ്ട കാര്യം, സർക്കാർ എല്ലാ രീതിയിലുള്ള ക്രമീകരണങ്ങളും കോർപ്പറേഷൻ ഉൾപ്പെടെയുള്ള കേന്ദ്രങ്ങൾ
ഇവിടെ എത്തുന്നവർക്ക് വേണ്ടി ചെയ്തു കൊടുത്തിട്ടുണ്ട്. പോലീസ് ശക്തമായ സുരക്ഷ തന്നെയാണ്, പ്രത്യേകിച്ച് തീരദേശ മേഖല ആയതുകൊണ്ട് തന്നെ അപകട സാധ്യതകൾ ഉണ്ടാവാൻ സാഹചര്യമുണ്ട്. ഈ സാഹചര്യം കണക്കിലെടുത്ത് പോലീസിന്റെ അതീവ സുരക്ഷ വലയം തന്നെയാണ് ഇവിടെയുള്ളത്. ഒപ്പം മെഡിക്കൽ ക്യാമ്പ്, മെഡിക്കൽ സംഘം ഉണ്ട്. പിന്നെ എടുത്തു പറയേണ്ട കാര്യം ഗതാഗത നിയന്ത്രണമാണ്. ഇവിടേക്ക് നൂറുകണക്കിന് ആൾക്കാർ എത്തുന്നത് കൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള ഗതാഗത നിയന്ത്രണമാണ് ഇവിടേക്ക് ഒരുക്കിയിട്ടുള്ളത്. ഇത്തരത്തിൽ എല്ലാ രീതിയിലുള്ള സൗകര്യങ്ങൾക്കും ഇവിടെ എത്തുന്ന മതവിശ്വാസികൾക്ക് ബലിതർപ്പണം നടത്തുവാനുള്ള എല്ലാ രീതിയിലുള്ള സജ്ജീകരണങ്ങളും കോർപ്പറേഷൻ ഒരുക്കിയിട്ടുണ്ട്. ശംഖുമുഖവും തിരുവല്ലം പരശുരാമ ക്ഷേത്രവും മാറ്റി നിർത്തി കഴിഞ്ഞാൽ തിരുവനന്തപുരം മേഖലയിൽ ബലിതർപ്പണം നടത്തുന്നത് കുണ്ടമൻകടവ്, ആറാട്ടുകടവ്, കഠിനംകുളം മഹാദേവ ക്ഷേത്രം, അതുപോലെ തന്നെ കടവിൻമൂല കായൽക്കടവ്, പാച്ചല്ലൂർ ഭദ്രകാളി ക്ഷേത്രം, ചെറുബാലമന്ദം ക്ഷേത്രം, വഴയിലപ്പാലം, തമ്പുരാൻ ക്ഷേത്രം എന്നീ പ്രദേശങ്ങളാണ് പ്രധാനമായും എടുത്തു പറയേണ്ടത്. ഇവിടെയൊക്കെ തന്നെയും ബലിതർപ്പണത്തിനായി എത്തുന്നവർക്ക് എല്ലാ രീതിയിലുള്ള സജ്ജീകരണങ്ങളും നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ സുരക്ഷയായാലും വാഹന ഗതാഗത പാർക്കിംഗ് ആയാലും മറ്റ് മെഡിക്കൽ സംഘത്തിന്റെ സഹായമായാലും ഇതിലുള്ള എല്ലാ രീതിയിലുള്ള ക്രമീകരണങ്ങളും ഇതുവരെ യാതൊരുവിധ പരാതികളോ പരിഭവങ്ങളോ ജനങ്ങൾക്കുണ്ടാവാത്ത രീതിയിൽ തന്നെ സർക്കാർ ഒരുക്കിയിട്ടുണ്ട്. അഞ്ജു, ശരി, വ്യക്തമാണ്. റിനു ആണ് വിവരങ്ങൾ നൽകിയത്. മറ്റു വാർത്തകളിലേക്ക് പോകുന്നു. കോവളം MLAയും കോൺഗ്രസ് നേതാവുമായ M. വിൻസെന്റിനെ പീഡനക്കേസിൽ പോലീസ് അറസ്റ്റ് ചെയ്തു. ബാലരാമപുരം സ്വദേശിയായ വീട്ടമ്മ നൽകിയ പരാതിയിലാണ് MLA അറസ്റ്റിലായത്. 4 മണിക്കൂർ നീണ്ട ചോദ്യം ചെയ്യലിന് ശേഷമാണ് വിൻസെന്റിനെ പോലീസ് അറസ്റ്റ് ചെയ്തത്. അറസ്റ്റിലായ വിൻസെന്റിനെ നെയ്യാറ്റിൻകര ജുഡീഷ്യൽ കോടതിയിൽ ഹാജരാക്കിയ ശേഷം റിമാൻഡ് ചെയ്തു. തികച്ചും നാടകീയമായി തന്നെയാണ് കോവളം MLA M. വിൻസെന്റിനെ ബലാത്സംഗ കേസിൽ പോലീസ് അറസ്റ്റ് ചെയ്തത്. വീട്ടമ്മയുടെ മൊഴിയും മറ്റ് ശാസ്ത്രീയ തെളിവുകളും എതിരായതോടെ അറസ്റ്റ് ഉണ്ടാകുമെന്ന് ഉറപ്പായി. രാവിലെ 11 മണിയോടെ പാറശാല SIയും 3 പോലീസുകാരും MLA ഹോസ്റ്റലിലെത്തി വിൻസെന്റിൽ നിന്നും മൊഴിയെടുക്കാൻ ആരംഭിച്ചു. 1 മണിക്കൂറിന് ശേഷം അന്വേഷണ ഉദ്യോഗസ്ഥനായ നെയ്യാറ്റിൻകര DYSP R. ഹരികുമാർ MLA ഹോസ്റ്റലിലെത്തി ചോദ്യം ചെയ്യൽ ആരംഭിച്ചു. 4 മണിക്കൂർ നീണ്ടുനിന്ന ചോദ്യം ചെയ്യലിലുടനീളം MLA കുറ്റം നിഷേധിച്ചു. എന്നാൽ വീട്ടമ്മയുമായി നിരന്തരം ബന്ധം പുലർത്തിയതിന്റെ തെളിവുകൾ പോലീസ് നിരത്തിയതോടെ ഒടുവിൽ വിൻസെന്റ് വീട്ടമ്മയുമായി ബന്ധപ്പെട്ടിരുന്നതായി സമ്മതിച്ചു. ഇതോടെ MLA ഹോസ്റ്റലിലെ ചോദ്യം ചെയ്യൽ അവസാനിപ്പിച്ച് പോലീസ് ക്ലബ്ബിൽ ഹാജരാവാൻ വിൻസെന്റിനോട് പോലീസ് ആവശ്യപ്പെട്ടു. പേരൂർക്കട SAP ക്യാമ്പിലെ ഓഫീസേഴ്സ് ക്ലബ്ബിലെത്തിയ ഉടൻ പോലീസിന്റെ വാഹനത്തിലേക്ക് MLAയെ തന്ത്രപൂർവ്വം മാറ്റി. തുടർന്ന് കസ്റ്റഡിയിലെടുക്കുന്നതായി പോലീസ് MLAയെ അറിയിച്ചു. ചോദ്യം ചെയ്യലിനായി MLAയെ DGP ഓഫീസിലെത്തിച്ചതായി അഭ്യൂഹം പരന്നതോടെ ചാനൽ പട ഒന്നടങ്കം DGP ഓഫീസിന് മുന്നിലേക്ക്. എന്നാൽ അപ്പോഴേക്കും M. വിൻസെന്റിനെ നെയ്യാറ്റിൻകര ജനറൽ ആശുപത്രിയിൽ വൈദ്യപരിശോധനയ്ക്ക് പോലീസ് വിധേയനാക്കി. ശേഷം DYSP ഓഫീസിലെത്തിച്ച് അറസ്റ്റിന്റെ നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ചു. മുദ്രാവാക്യം വിളികളുമായി കോൺഗ്രസ് പ്രവർത്തകർ നെയ്യാറ്റിൻകര പോലീസ് സ്റ്റേഷന് മുന്നിൽ തടിച്ചുകൂടി. വൈകിട്ട് 6:30 കോടതിയിലേക്ക് കൊണ്ടുപോകും വഴി M. വിൻസെന്റ് മാധ്യമങ്ങളെ കണ്ടു. ഇവിടുത്തെ നടപടി തീർച്ചയായും രാഷ്ട്രീയ പ്രേരിതമാണ്. മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ ശക്തമായ സമ്മർദ്ദമാണ് ഇതിന് പിന്നിലുള്ളതെന്നുള്ള കാര്യം സംശയമില്ല. എന്റെ നിരപരാധിത്വം തെളിയിക്കാനുള്ള നിയമ പോരാട്ടം ഇന്നു മുതൽ ആരംഭിക്കുകയാണ്. ചാനൽ പ്രവർത്തകർക്ക് നേരെ കോൺഗ്രസുകാർ കടുത്ത രോക്ഷമാണ് ഉയർത്തിയത്. കൈരളി TV വാർത്താ സംഘത്തിന് നേരെ പലവട്ടം ആക്രമണത്തിന് മുതിർന്നു. വൈദ്യപരിശോധനയ്ക്ക് ശേഷം നെയ്യാറ്റിൻകര ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കിയ M. വിൻസെന്റിനെ കോടതി 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. രാത്രി 8 മണിയോടെ നെയ്യാറ്റിൻകര സബ് ജയിലിലെത്തിച്ചതോടെ ഇന്നത്തെ നടപടിക്രമങ്ങൾ പോലീസ് പൂർത്തിയാക്കി. പീഡന ആരോപണത്തെ തുടർന്ന് കോൺഗ്രസിന്റെ ഒരു MLA ജയിലിലടക്കപ്പെട്ടത് കോൺഗ്രസ് പാർട്ടിക്ക് തീർച്ചയായും നാണക്കേടാണ്. ഈ നാണക്കേടിനെ എങ്ങനെയാണ് രാഷ്ട്രീയമായി അവർ പ്രതിരോധിക്കുക എന്നത് വരും ദിവസങ്ങളിൽ കാത്തിരുന്ന് തന്നെ കാണേണ്ടതായി വരും. ക്യാമറമാൻമാരായ ബിച്ചു പൂവച്ചലിനും RK കുമാറിനും റിപ്പോർട്ടർ റിനുവിനുമൊപ്പം നെയ്യാറ്റിൻകരയിൽ നിന്നും S. ജീവൻകുമാർ, തിരുവനന്തപുരം. സ്ത്രീപീഡന കേസിൽ അറസ്റ്റിലായെങ്കിലും M. വിൻസെന്റ് MLA സ്ഥാനം തൽക്കാലം രാജിവെക്കില്ല. രാജി ആവശ്യപ്പെടേണ്ടെന്ന അനൗപചാരിക ധാരണയിലാണ് A ഗ്രൂപ്പ് നേതാക്കൾ. അതേസമയം MLA സ്ഥാനത്തു നിന്ന് രാജി ആവശ്യപ്പെട്ട് വനിതാ നേതാക്കൾ രംഗത്തെത്തി. ചോദ്യം ചെയ്യലിനൊടുവിൽ പോലീസ് അറസ്റ്റ് രേഖപ്പെടുത്തിയെങ്കിലും M. വിൻസെന്റ് MLA സ്ഥാനം രാജിവെക്കില്ല. തൽക്കാലം രാജി വേണ്ടെന്ന ധാരണ കോൺഗ്രസ് നേതാക്കൾക്കിടയിലുണ്ട്. A ഗ്രൂപ്പ് നേതാക്കളുടെ സമ്മർദ്ദത്തെ തുടർന്നാണ് തീരുമാനം. KPCC അധ്യക്ഷൻ MM ഹസൻ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുമായി ആശയവിനിമയം നടത്തി. സമാനമായ കേസുകൾ മുൻപുയർന്നപ്പോൾ MLA സ്ഥാനം ആരോപണ വിധേയർ രാജിവെച്ചിട്ടില്ലെന്നാണ് A ഗ്രൂപ്പിന്റെ വാദം. അതേസമയം അറസ്റ്റിലായ സാഹചര്യത്തിൽ MLA സ്ഥാനം രാജിവെക്കണമെന്ന് വനിതാ നേതാക്കളായ ഷാനിമോൾ ഉസ്മാനും ബിന്ദു കൃഷ്ണയും ആവശ്യപ്പെട്ടു. അദ്ദേഹത്തിന്റെ നിരപരാധിയാണ് എന്ന് കാണിച്ചുകൊണ്ടുള്ള വിശദീകരണം KPCCക്ക് ലഭിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും അതടക്കം പരിശോധിക്കണം. പക്ഷേ ആ സ്ഥാനത്തു നിന്ന് മാറി നിന്നുകൊണ്ട്
പലപ്പോഴും നമ്മുടെ പിന്നെ എന്താണ് ജനപ്രതിനിധികൾക്കെതിരെയൊക്കെ വരുമ്പോഴും നമ്മളൊക്കെ പറയാറുണ്ട്. പക്ഷെ ഒരു യുവ നേതാവ് എന്നുള്ള നിലയിൽ മാതൃക കാണിക്കണം എന്നുള്ളതാണ് എന്റെ അഭിപ്രായം. MLA സ്ഥാനം രാജിവെക്കുന്ന കാര്യത്തിൽ ഐ ഗ്രൂപ്പ് നേതാക്കൾ മൗനത്തിലാണ്. MR സജേഷ്, തിരുവനന്തപുരം. വിൻസെന്റ് MLAയുടെ അറസ്റ്റിൽ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ വലിയ അക്രമമാണ് നെയ്യാറ്റിൻകരയിൽ നടത്തിയത്. ആക്രമണത്തിൽ 10 വയസ്സുകാരന്റെ കൈയൊടിഞ്ഞു. മാധ്യമപ്രവർത്തകർക്ക് നേരെയും ആക്രമം അഴിച്ചുവിട്ടു. വിൻസെന്റ് MLA നെയ്യാറ്റിൻകര DYSP ഓഫീസിലേക്ക് കൊണ്ടുവന്നതോടെ BJPയും DYFIയും പ്രതിഷേധ പ്രകടനവുമായി രംഗത്തെത്തി. DYFI നടത്തിയ പ്രതിഷേധത്തിലേക്ക് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ എത്തുകയും സ്ഥലത്ത് സംഘർഷാവസ്ഥ സൃഷ്ടിക്കുകയും ചെയ്തു. എന്നാൽ പോലീസ് ഇടപെട്ട പ്രശ്നം ശാന്തമാക്കി. തുടർന്ന് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ DYSP ഓഫീസിലേക്ക് എത്തി MLAക്ക് അഭിവാദ്യം വിളിക്കുകയും പോലീസ് സ്റ്റേഷനിലേക്ക് ഇടിച്ചുകയറി സ്റ്റേഷനിലെ ബോർഡുകളും ചെടിച്ചട്ടികളും അടിച്ചു നശിപ്പിക്കുകയും ചെയ്തു. MLAയെ മജിസ്ട്രേറ്റിന് മുന്നിലെത്തിച്ചപ്പോൾ മജിസ്ട്രേറ്റിന് വീടിന് മുന്നിലും പോലീസിന് നേരെ ആക്രമണവുമായി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെത്തി. തുടർന്ന് നെയ്യാറ്റിൻകര ജംഗ്ഷനിലും പരിസര പ്രദേശങ്ങളിലും സ്ഥാപിച്ചിരുന്ന CPIMന്റെയും DYFIയുടെയും ഫ്ലക്സ് ബോർഡുകളും കൊടിമരങ്ങളും ഇവർ അടിച്ചു നശിപ്പിച്ചു. യൂത്ത് കോൺഗ്രസിന്റെ ആക്രമണത്തിനിടയിൽ വീടിന് മുന്നിൽ കളിച്ചുകൊണ്ടിരുന്ന ആകാശ് എന്ന 10 വയസ്സുകാരനും പരിക്കേറ്റു. തുടർന്ന് റിമാൻഡിലായ MLAയെ നെയ്യാറ്റിൻകര സ്പെഷ്യൽ സബ് ജയിലിലേക്ക് എത്തിച്ചു. അവിടെയും പോലീസിന് നേരെ ആക്രമണവുമായി യൂത്ത് കോൺഗ്രസ് KSU പ്രവർത്തകർ എത്തി. ഇവിടെ എത്തിയ മാധ്യമപ്രവർത്തകരെയും ഇവർ വെറുതെ വിട്ടില്ല. മാധ്യമപ്രവർത്തകരെ അസഭ്യം പറയുകയും കൈരളി TVയുടെ വാഹനം അടിച്ചു തകർക്കാനൊരുക്കുകയും ചെയ്തു. ഇങ്ങനെ സ്ത്രീ പീഡനത്തിന് അറസ്റ്റിലായ കോവളം MLA വിൻസെന്റിന് വേണ്ടി വലിയ ആക്രമണങ്ങളാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ നെയ്യാറ്റിൻകരയിലും പരിസര പ്രദേശങ്ങളിലും നടത്തിയത്. ന്യൂസ് റീഡർ, ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. CPIM പോളിറ്റ് ബ്യൂറോ യോഗം ഇന്ന് ദില്ലിയിൽ ആരംഭിക്കും. പാർട്ടി കോൺഗ്രസിന്റെ വേദിയും സംഘടനാ തെരഞ്ഞെടുപ്പിനുള്ള സമയക്രമങ്ങളും യോഗം ചർച്ച ചെയ്യും. നാളെ മുതൽ 3 ദിവസത്തെ കേന്ദ്ര കമ്മിറ്റി യോഗവും ദില്ലിയിൽ ചേരും. 3 ദിവസത്തെ കേന്ദ്ര കമ്മിറ്റി യോഗത്തിന് മുന്നോടിയായാണ് പോളിറ്റ് ബ്യൂറോ യോഗം ദില്ലിയിൽ ആരംഭിക്കുന്നത്. അടുത്ത വർഷം നടക്കേണ്ട പാർട്ടി കോൺഗ്രസ് ആണ് പ്രധാന അജണ്ട. മാർച്ച്, ഏപ്രിൽ മാസത്തോടെ പാർട്ടി കോൺഗ്രസ് നടത്തേണ്ട വേദി പോളിറ്റ് ബ്യൂറോ യോഗം നിശ്ചയിക്കും. ആന്ധ്രാപ്രദേശിലെ വിശാഖപട്ടണത്താണ് അവസാന പാർട്ടി കോൺഗ്രസ് ചേർന്നത്. ഇത്തവണ തെലങ്കാന സംസ്ഥാന ഘടകങ്ങൾ പാർട്ടി കോൺഗ്രസ് നടത്താൻ സമ്മതമറിയിച്ചിട്ടുണ്ട്. ബ്രാഞ്ച്, ജില്ലാ കമ്മിറ്റി തുടങ്ങിയ ഘടകങ്ങളുടെ തെരഞ്ഞെടുപ്പുള്ള സമയക്രമവും തീരുമാനിക്കും. അടുത്ത വർഷം ആരംഭത്തിൽ പാർട്ടി കോൺഗ്രസ് നടക്കേണ്ടതുണ്ട്. ആ പാർട്ടി കോൺഗ്രസിൻ്റെ ഒരു ടൈം ടേബിൾ ഞങ്ങൾ ചർച്ച ചെയ്ത് തീരുമാനിക്കും. പാർട്ടി കോൺഗ്രസ് മാർച്ച്, ഏപ്രിൽ മാസത്തിൽ നടന്നാൽ ഉടനെ തന്നെ പാർട്ടിയുടെ ബ്രാഞ്ച് സമ്മേളനങ്ങൾ തുടങ്ങേണ്ടതുണ്ട്. അതിൻ്റെ ഒരു ഷെഡ്യൂളും തയ്യാറാക്കും. കേന്ദ്ര സർക്കാരിന്റെ നവ ഉദാരവൽക്കരണ നയങ്ങൾക്കെതിരെ രാജ്യത്ത് കർഷക തൊഴിലാളി സമരങ്ങൾ നടക്കുന്നുണ്ട്. ഇതിന്റെ 2ാം ഘട്ട പ്രവർത്തനങ്ങൾ പാർട്ടി യോഗം തീരുമാനിക്കും. പശു സംരക്ഷണത്തിന്റെ പേരിൽ സംഘപരിവാർ സംഘടനകൾ നടത്തുന്ന അക്രമങ്ങൾക്കെതിരെ സമരവും പ്രതിരോധവും പോളിറ്റ് ബ്യൂറോയിൽ ചർച്ചയാകും. സന്തോഷ് സർലിംഗ്, ന്യൂസ് ബ്യൂറോ, ദില്ലി. കോൺഗ്രസ് MP ശശി തരൂരിന്റെ ഭാര്യ സുനന്ദ പുഷ്കറിന്റെ മരണകാരണം അവ്യക്തമെന്ന് ദില്ലി പോലീസ്. ദില്ലി ഹൈക്കോടതിയിൽ സമർപ്പിച്ച തൽസ്ഥിതി റിപ്പോർട്ടിലാണ് പോലീസ് അന്വേഷണ പുരോഗതി അറിയിച്ചത്. അന്വേഷണത്തിന് കൂടുതൽ സമയം അനുവദിക്കണമെന്ന് പോലീസ് കോടതിയിൽ വ്യക്തമാക്കി. അന്വേഷണത്തിന്റെ തൽസ്ഥിതി വിവരം സമർപ്പിക്കാനുള്ള ദില്ലി ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം പോലീസ് നൽകിയ റിപ്പോർട്ടിലാണ് സുനന്ദ പുഷ്കറിന്റെ മരണകാരണം അവ്യക്തമെന്ന് അറിയിച്ചത്. അന്വേഷണത്തിന് കൂടുതൽ സമയം വേണമെന്നും ദില്ലി പോലീസ് ആവശ്യപ്പെട്ടു. ദില്ലിയിലെ ലീല പാലസ് ഹോട്ടലിലെ 345-ാം മുറിയിൽ 2014-ലാണ് സുനന്ദ പുഷ്കറിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. വിഷം അകത്തി എന്നതായിരുന്നു മരണകാരണമെന്നാണ് FBI റിപ്പോർട്ടും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും. എന്നാൽ വിഷം അകത്തിയെല്ലാനുള്ള സാധ്യത തള്ളിക്കളഞ്ഞില്ലെങ്കിലും റേഡിയോ ആക്റ്റീവ് കെമിക്കലുകളല്ല സുനന്ദ പുഷ്കറിന്റെ മരണകാരണമെന്നായിരുന്നു മെഡിക്കൽ റിപ്പോർട്ട്. 3 വർഷം നീണ്ട അന്വേഷണത്തിലും ദില്ലി പോലീസ് പ്രത്യേക സംഘത്തിന് ഒന്നും കണ്ടെത്താനായില്ലെന്ന് ചൂണ്ടിക്കാട്ടി BJP നേതാവ് സുബ്രഹ്മണ്യൻ സ്വാമിയാണ് ദില്ലി ഹൈക്കോടതിയെ സമീപിച്ചത്. കോടതി നിരീക്ഷണത്തിൽ പോലീസ് അന്വേഷണം നടത്തണമെന്നും സുബ്രഹ്മണ്യൻ സ്വാമി ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ സുബ്രഹ്മണ്യൻ സ്വാമിയുടെ നീക്കം പൊതുശ്രദ്ധ പിടിച്ചുപറ്റാനാണെന്ന് സുനന്ദ പുഷ്കറിന്റെ മകൻ ശിവമേനോൻ ആരോപിച്ചു. എന്തായാലും IPL ബന്ധങ്ങളടക്കം കോളിളക്കം സൃഷ്ടിച്ച VVIP മരണത്തിലെ ദുരൂഹത അവ്യക്തമായി തുടരുകയാണ്. ന്യൂസ് ബ്യൂറോ, ദില്ലി. ഉഴവൂർ വിജയൻ അന്തരിച്ചിരിക്കുകയാണ്. കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം. ഹൃദയസംബന്ധമായ രോഗത്തെ തുടർന്ന് കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി ആശുപത്രിയിലായിരുന്നു. അല്പം മുമ്പാണ് കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ അദ്ദേഹം അന്തരിച്ചത്. NCP സംസ്ഥാന അധ്യക്ഷൻ ആണ് ഉഴവൂർ വിജയൻ. കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി അദ്ദേഹം ആശുപത്രിയിലായിരുന്നു.
വാർത്തയിലേക്ക് എത്താം. NCP സംസ്ഥാന അധ്യക്ഷൻ ഉഴവൂർ വിജയൻ അന്തരിച്ചിരിക്കുകയാണ്. കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ അല്പം മുമ്പായിരുന്നു അന്ത്യം. കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി ഹൃദയസംബന്ധമായ അസുഖത്തെ തുടർന്ന് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. അല്പം മുമ്പാണ് മരണ വിവരം സ്ഥിരീകരിച്ചിരിക്കുന്നത്. തീവ്രപരിചരണ വിഭാഗത്തിലായിരുന്ന കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഹൃദയ ഉദര സംബന്ധമായ അസുഖങ്ങളായിരുന്നു. എന്തായാലും ഇപ്പോൾ കൂടുതൽ വിശദാംശങ്ങളുമായി കൊച്ചിയിൽ നിന്നും സിബി ജോസഫ് ചേരുകയാണ്. സിബി, എപ്പോഴായിരുന്നു അന്ത്യം? രാവിലെ 6:57 ഉഴവൂർ വിജയന്റെ മരണം സ്ഥിരീകരിച്ചത്. കഴിഞ്ഞ ഒരു മാസക്കാലമായി അദ്ദേഹം ഹൃദയ സംബന്ധമായി അതോടൊപ്പം തന്നെ കരൾ വൃക്ക രോഗങ്ങളാൽ ചികിത്സയിലായിരുന്നു. അദ്ദേഹത്തെ കഴിഞ്ഞ ദിവസം ഇന്നലെ രാവിലെയോടെ അദ്ദേഹത്തിന് ഹൃദയസ്തംഭനവും ഉണ്ടാവുകയും ചെയ്തു. ആ ഒരു സാഹചര്യത്തിലായിരുന്നു അദ്ദേഹത്തിന്റെ നില ഏറെ വഷളായത്. കഴിഞ്ഞ ഒരു മാസമായി ഈ കോട്ടയം കാരിത്താസ് ആശുപത്രിയിൽ അദ്ദേഹം ചികിത്സയിലായിരുന്നു. 6 ദിവസം മുമ്പാണ് കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് അദ്ദേഹത്തെ മാറ്റിയത്. അവിടെ വെച്ച് അദ്ദേഹത്തിന് ആൻജിയോപ്ലാസ്റ്റിക്കിന് വിധേയമാക്കിയിരുന്നു. പിന്നീട് അദ്ദേഹത്തിന്റെ വൃക്കകളും തകരാറിലാകുകയും വൃക്കകളുടെ പ്രവർത്തനം നിലയ്ക്കുകയും ചെയ്തു. തുടർന്ന് ഡയാലിസിസിനെല്ലാം വിധേയമാക്കിയിരുന്നു. എന്നാൽ പിന്നീട് അദ്ദേഹത്തിന് ഹൃദയാഘാതവും ഉണ്ടാവുകയായിരുന്നു. ഈ ഒരു സാഹചര്യത്തിലായിരുന്നു അദ്ദേഹത്തിന്റെ നില വീണ്ടും വഷളായത്. ഇന്നലെ അദ്ദേഹത്തിന്റെ നില അതീവ ഗുരുതരമാവുകയും ഇന്ന് പിന്നീട് അദ്ദേഹത്തെ വെന്റിലേറ്ററിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തു. അതിനുശേഷം ഇന്ന് രാവിലെ 6:57 അദ്ദേഹത്തിന്റെ മരണം സ്ഥിരീകരിച്ചിരിക്കുന്നു. NCPയുടെ സംസ്ഥാന പ്രസിഡന്റ് ആയിരുന്നു ഉഴവൂർ വിജയൻ. നിലവിൽ അദ്ദേഹത്തെ ഇപ്പോൾ അല്പസമയം മുമ്പ് മാത്രമാണ് അദ്ദേഹത്തിന്റെ മരണം. അദ്ദേഹം ഇപ്പോൾ കേരള രാഷ്ട്രത്തിലെ ഏറ്റവും സമുന്നതനായ ഒരു ഇടതുപക്ഷത്തിന്റെ ഒരു മിന്നുന്ന മുഖം കൂടിയായിരുന്നു അദ്ദേഹം ഇപ്പോൾ മരിച്ചിരിക്കുന്നു. ഇപ്പോൾ കഴിഞ്ഞ ഒരു മാസക്കാലമായി അദ്ദേഹം ഈ രോഗബാധിതനായതിനെ തുടർന്നാണ് അദ്ദേഹം ഇപ്പോൾ ഈ മരിച്ചത്. NCPയുടെ സംസ്ഥാന പ്രസിഡന്റായിരുന്നു. നിലവിൽ ഇതിനു മുൻപെല്ലാം NCPയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് അതോടൊപ്പം തന്നെ ദേശീയ നിർവാഹക സമിതി അംഗം ഒട്ടേറെ അദ്ദേഹം സ്വീകരിച്ചിരുന്ന ആളാണ്. ഇപ്പൊ ഇടതുപക്ഷത്തിന്റെ ഏറ്റവും നർമ്മം കലർന്ന പ്രസംഗത്തിലൂടെ കേരള രാഷ്ട്രത്തിലെ ഒരു മുടിചൂടാൻ മണ്ണായിരുന്ന ഒരു പ്രഭാവമായിരുന്നു ഉഴവൂർ വിജയൻ. അദ്ദേഹം KSU രാഷ്ട്രീയത്തിലൂടെയാണ് അദ്ദേഹം രാഷ്ട്രീയ പ്രവർത്തനായി അല്ലെങ്കിൽ രാഷ്ട്രീയ രംഗത്തേക്ക് ഇറങ്ങുന്നത്. പിന്നീട് അദ്ദേഹം യൂത്ത് കോൺഗ്രസിന്റെ സെക്രട്ടറി ആയിരുന്നു. KSU സംസ്ഥാന സെക്രട്ടറി ആയിരുന്നു. പിന്നീട് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന സെക്രട്ടറിയായി. അതിനുശേഷം അദ്ദേഹം ഈ കോൺഗ്രസിലൂടെയും AK ആന്റണിക്കൊപ്പം നിന്ന് കോൺഗ്രസ് പ്രവർത്തിക്കുകയും പിന്നീട് കോൺഗ്രസ് എസിലൂടെയും പിന്നീട് NCPയിലേക്കും എത്തുകയായിരുന്നു. പിന്നീടാണ് അദ്ദേഹം 1990 ശേഷമാണ് അദ്ദേഹം ഇടതുപക്ഷത്തോടൊപ്പം നിന്ന് NCPയും ഇടതുപക്ഷത്തോടൊപ്പം നിന്ന് ഇടതുപക്ഷത്തിന്റെ ഒരു മുഖമായി അദ്ദേഹം മാറുകയായിരുന്നു. അദ്ദേഹം എല്ലാ വേദികളും നർമ്മം കലർന്ന പ്രസംഗത്തോടെ കൈയടക്കിയ ഒരു പ്രതിഭയായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിന്റെ പ്രസംഗം കേൾക്കാൻ വേണ്ടി മറ്റുള്ള പാർട്ടികളുടെ ആളുകൾ പോലും തിങ്ങി നിറഞ്ഞിരുന്നു. അത്രയ്ക്കും നർമ്മം കലർന്ന പരിഹാസം കലർന്ന മറുപടിയിലൂടെ അദ്ദേഹം എല്ലാ സൗഹൃദങ്ങളും തന്നെ നിറച്ചു വെച്ചുകൊണ്ട് തന്നെ പ്രസംഗിച്ചിരുന്ന ഒരാൾ കൂടിയായിരുന്നു. അദ്ദേഹമാണ് ഇപ്പോൾ ഈ കേരള രാഷ്ട്രീയത്തിൽ നിന്നും ഇപ്പോൾ വിടവാങ്ങിയിരിക്കുന്നത്. എന്തായാലും അദ്ദേഹത്തിന്റെ മരണം അങ്ങേയറ്റം വേദനാജനകമാണ്. ഇപ്പോൾ അല്പസമയം മുമ്പ് 6:57 അദ്ദേഹത്തിന്റെ മരണം സ്ഥിരീകരിച്ചത്. കഴിഞ്ഞ ഒരു മാസം മുമ്പ് വരെ അദ്ദേഹം വളരെ ആരോഗ്യവാനായിരുന്നു. അദ്ദേഹം എല്ലാ വേദികളിലും പോവുകയും എല്ലായിടത്തും പ്രസംഗിക്കുകയും രാഷ്ട്രീയത്തിലും സജീവമായി നിലനിന്നിരുന്ന വ്യക്തിപ്രഭാവമായിരുന്നു. ഇപ്പോൾ കഴിഞ്ഞ ഒരു മാസമായിരുന്നു അദ്ദേഹം വിവിധ രോഗങ്ങളാൽ ഇപ്പോൾ ചികിത്സയിലാവുകയും പിന്നീട് അദ്ദേഹം കിടപ്പിലാവുകയും ചെയ്തു. എന്തായാലും ഇപ്പോൾ അദ്ദേഹം മരിച്ചു എന്ന വാർത്തയാണ് നമുക്ക് സ്ഥിരീകരിക്കാൻ കഴിയുന്നത്. അഞ്ജു, സിബി, എന്തായാലും സിബി സൂചിപ്പിച്ചതുപോലെ തന്നെ കേരള രാഷ്ട്രീയത്തിലെ ഒരു മികച്ച നേതാവ് എന്ന് തന്നെ പറയാം. സ്വതസിദ്ധമായ അദ്ദേഹത്തിന്റെ ശൈലിയിൽ നർമ്മം കലർന്ന പ്രസംഗങ്ങളുമെല്ലാം എന്നും ജനങ്ങൾക്കൊപ്പം നിന്ന ഒരു വ്യക്തിത്വം തന്നെയായിരുന്നു അദ്ദേഹം. എങ്ങനെ ഓർത്തെടുക്കാം അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതത്തെ? മഞ്ജു, അദ്ദേഹം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ അദ്ദേഹം KSUയിലൂടെയാണ് അദ്ദേഹം ഒരു കേരള രാഷ്ട്രീയത്തിൽ അദ്ദേഹം തിളങ്ങി നിന്നത്. പിന്നീട് കേരള രാഷ്ട്രീയത്തിലേക്ക് അദ്ദേഹം പ്രവേശിച്ചത്. പിന്നീട് അദ്ദേഹം ഈ KSUവിന്റെ സംസ്ഥാന സെക്രട്ടറിയായി മാറി. അതിനുശേഷം അദ്ദേഹം യൂത്ത് കോൺഗ്രസിന്റെ സെക്രട്ടറിയായി പ്രവർത്തിച്ചു. അദ്ദേഹം ഈ 1980 കോൺഗ്രസിന്റെ പാർട്ടി പിളർന്നപ്പോൾ അദ്ദേഹം ആന്റണിക്കൊപ്പം നിൽക്കുകയായിരുന്നു. പിന്നീടാണ് കോൺഗ്രസ് എസിലൂടെ ശരി സിബി, തുടരുക. ഇപ്പോൾ വൈക്കം വിശ്വൻ കൂടി നമ്മോടൊപ്പം ടെലിഫോൺ ലൈനിൽ ചേരുകയാണ്. ശ്രീ വൈക്കം വിശ്വൻ,
ഉഴവൂർ വിജയൻ അന്തരിച്ചിരിക്കുകയാണ്. കേരള രാഷ്ട്രീയത്തിന് മികച്ച ഒരു നേതാവായിരുന്ന അദ്ദേഹം വിട പറഞ്ഞിരിക്കുന്നു. എങ്ങനെ ഓർത്തെടുക്കുന്നു താങ്കൾ? ഉഴവൂർ വിജയൻ ഏറ്റവും പരിചയമുള്ള, എപ്പോഴും സഹകരിക്കുന്ന പൊതുപ്രവർത്തകൻ. തന്റെ വിദ്യാർത്ഥി യുവജന രംഗത്ത് തന്നെ ജില്ലയിലും സംസ്ഥാനത്തും ഏറ്റവും ശ്രദ്ധേയനായിട്ട് പ്രവർത്തന രംഗത്ത് ഉയർന്നു വന്നിരുന്നു. കോൺഗ്രസിന്റെ കോട്ടയം ജില്ലയിലെ പ്രധാന പ്രവർത്തകരിൽ ഒരാളായി രംഗത്ത് വന്നിരുന്നു. ആന്റണി കോൺഗ്രസിൽ നിന്ന് വിട്ടിരുന്ന കാലത്ത് അതിനോടൊപ്പം ഇറങ്ങി നിൽക്കുകയും പിൽക്കാലത്ത് കോൺഗ്രസ് ആന്റണി തിരിച്ചു കോൺഗ്രസിലോട്ട് പോകുമ്പോൾ കോൺഗ്രസ് എസ് ആയിട്ട് നിന്ന് പ്രവർത്തിക്കുകയും ഇടതുപക്ഷ പ്രസ്ഥാനത്തിനോട് ഏറ്റവും കൂടുതൽ സഹകരിക്കുകയും ചെയ്ത സ്നേഹസമ്പന്നനായ ഒരു പൊതുപ്രവർത്തകരാണ്. രാഷ്ട്രീയത്തിൽ എല്ലാ വിഭാഗക്കാരും സുഹൃത്തുക്കളും അവരോടെല്ലാം ആ രീതിയിൽ തന്നെ പെരുമാറുകയും ചെയ്യുന്ന വിജയൻ വളരെ നർമ്മത്തിൽ കാര്യങ്ങൾ അവതരിപ്പിക്കുമെങ്കിലും തന്റെ നിലപാടിൽ വ്യത്യാസമില്ലാതെ മുമ്പോട്ട് പോകാൻ ശ്രമിച്ചിരുന്നു. ഇടതുപക്ഷ പക്ഷപാതിത്വം വിജയന് എപ്പോഴും ഉണ്ടായിരുന്ന ഒരു സ്വഭാവ വിശേഷമാണ്. സഖാവ് വിദ്യാർത്ഥി യുവന രംഗത്തിൽ നിന്ന് മറ്റ് പൊതുരംഗത്തോട്ട് വരുമ്പോൾ ആദ്യമായുള്ള ജില്ലാ കൗൺസിലിലെ സമർത്ഥനായ മെമ്പറായിട്ട് ശോഭിച്ചിരുന്നു. പിൽക്കാലത്ത് കേരള രാഷ്ട്രീയത്തിൽ ധനത വ്യക്തിത്വവും സംഭാവനയും നിർവഹിച്ച നേതാവായി സഖാവ് ഉയർന്നു. സഖാവിന്റെ നിര്യാണം കേരള പൊതുജീവിതത്തിന് തീരാ നഷ്ടമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ദീർഘകാലം പൊതുപ്രവർത്തന രംഗത്ത് ഇനിയും ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ച ആ പ്രവർത്തകനെയാണ് നമുക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നത്. സഖാവിന്റെ ദേഹവിയോഗം സഹപ്രവർത്തകന്റെ വിയോഗം അത് തീരാ നഷ്ടമായിട്ടാണ് കാണുന്നത്. അദ്ദേഹത്തിന്റെ നിര്യാണത്തിൽ അനുശോചനവും കുടുംബാംഗങ്ങളോടും അദ്ദേഹത്തിന്റെ പ്രസ്ഥാനത്തിനും അനുശോചനം രേഖപ്പെടുത്തുന്നു. അദ്ദേഹത്തിന്റെ സ്വതസിദ്ധമായ ശൈലിയും ഒപ്പം ആ നർമ്മം കലർന്ന സംഭാഷണവും ഒക്കെയാണ് എന്നും ജനമനസ്സിനൊപ്പം അദ്ദേഹത്തെ നിർത്തിയത്. അതുതന്നെയല്ലേ അദ്ദേഹത്തെ എന്നും വ്യത്യസ്തനാക്കിയതും? അതെ, അദ്ദേഹം അത് വ്യത്യസ്തനാക്കുകയും ചെയ്തിരുന്നു. അദ്ദേഹം എല്ലാ രംഗങ്ങളിലും ഉണ്ടായിരുന്നു. കലാരംഗത്താണെങ്കിൽ സിനിമയിലും അഭിനയിക്കാൻ അദ്ദേഹം തയ്യാറായി. ഇന്ന് ഇതിൽ നിന്നില്ല, എല്ലാ മേഖലകളിലും തന്റെ വ്യക്തിത്വം പുലർത്താൻ ശ്രമിച്ചിരുന്നു. ശരി, വളരെയധികം നന്ദി ശ്രീ വൈക്കം വിശ്വൻ ഈ അവസരത്തിൽ പ്രതികരിച്ചതിന്. എന്തായാലും സിബി അദ്ദേഹം പറഞ്ഞതുപോലെ ശ്രീ വൈക്കം വിശ്വൻ പറഞ്ഞതുപോലെ ഒരു രാഷ്ട്രീയ പാർട്ടി എന്നൊന്നുമില്ലാതെ മറിച്ച് എല്ലാവർക്കുമൊപ്പം എല്ലാ പാർട്ടികളിലും ഒരു സൗഹൃദം സൂക്ഷിച്ച വലിയൊരു മനസ്സിനുടമയാണ് നഷ്ടമായിരിക്കുന്നത്. എങ്ങനെ ഓർത്തെടുക്കാം? തീർച്ചയായും അഞ്ജു, എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ തന്നെയായിരുന്നു അദ്ദേഹം ഒരു കേവലം അധികാരത്തിന് വേണ്ടിയോ അല്ലെങ്കിൽ പാർലമെന്ററി രംഗത്തിന് വേണ്ടിയോ ഒരിക്കലും അദ്ദേഹം ഒരു മത്സരിക്കുകയോ അധികാര കസേരയ്ക്ക് വേണ്ടി അദ്ദേഹം പഠനപ്പിണക്കങ്ങൾക്കും മറ്റും കൂട്ടുനിൽക്കുകയൊന്നും അദ്ദേഹം ചെയ്തിട്ടില്ല. അദ്ദേഹം 1980കളിൽ കോൺഗ്രസ് പാർട്ടി പിളർന്നപ്പോൾ ഈ ആന്റണിക്കൊപ്പം ചേർന്നെങ്കിലും പിന്നീട് കോൺഗ്രസ് എസിലൂടെയും പിന്നീട് NCP-യിലെല്ലാം എത്തി അന്നു മുതൽ ഇടതുപക്ഷത്തോടൊപ്പം ഉറപ്പിച്ചു നിൽക്കുകയും പിന്നീട് ഇപ്പോൾ അദ്ദേഹം മരണം വരെ ഇടതുപക്ഷത്തിനൊപ്പം തോൾ ചേർന്ന് നിന്ന ഒരു വ്യക്തി കൂടിയായിരുന്നു അദ്ദേഹം. ഈ 2001 ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാലായിൽ KM മാണിക്കെതിരെ മത്സരിച്ചു ഒഴിച്ചാൽ അദ്ദേഹം പാർലമെന്ററി രംഗത്തേക്ക് അദ്ദേഹം ഒരു സജീവമായി ഒരിക്കലും അധികാരത്തിന് വേണ്ടി അദ്ദേഹം തുന്നിയിട്ടില്ല. അദ്ദേഹം 1990 ഒരു ജില്ലാ കൗൺസിൽ അംഗമായിട്ടുണ്ട്. ഇത്തരത്തിൽ ഒരു പാർലമെന്ററി അല്ലെങ്കിൽ അധികാരത്തിന് വേണ്ടി എല്ലാവർക്കും കേവലം പാർട്ടിക്ക് വേണ്ടി അല്ലെങ്കിൽ പൊതുജനങ്ങൾക്ക് വേണ്ടി രാഷ്ട്രീയ പ്രവർത്തനം ജീവിതകാലം മുഴുവൻ രാഷ്ട്രീയത്തിന് വേണ്ടി മാറ്റിവെച്ച ഒരു വ്യക്തി കൂടിയായിരുന്നു അദ്ദേഹം. NCP ദേശീയ സമിതി അംഗവും
സംസ്ഥാന വൈസ് പ്രസിഡന്റ്, അതുപോലെ തന്നെ മീഡിയ കമ്മിറ്റി ചെയർമാൻ എന്നിങ്ങനെ എല്ലാ പാർട്ടിയുടെ എല്ലാ തലങ്ങളിലും അദ്ദേഹം പ്രവർത്തിക്കുകയും ചെയ്തു. അദ്ദേഹത്തിന്റെ KR നാരായണ ഫൗണ്ടേഷന്റെ ഒരു ചെയർമാൻ കൂടിയായിരുന്നു അദ്ദേഹം. പിന്നീട് ഈ കേരള രാഷ്ട്രീയത്തിൽ തന്നെ അദ്ദേഹത്തെ ഏറ്റവും ഓർമ്മിക്കാവുന്ന അദ്ദേഹത്തിന്റെ നർമ്മത്തിന്റെ മേമ്പടി ചാരിച്ചുള്ള അദ്ദേഹത്തിന്റെ അല്ലെങ്കിൽ ആളെ കൂട്ടുന്ന അവരിൽ അദ്ദേഹം ആദ്യം നിലനിൽക്കുന്ന ഒരു വ്യക്തി കൂടിയായിരുന്നു. അദ്ദേഹത്തിന് പറയുന്ന പ്രസംഗങ്ങൾ അല്ലെങ്കിൽ സാധാരണക്കാർക്ക് പോലും മനസ്സിലാകുന്ന ഒരു സാധാരണ ഭാഷയിലായിരുന്നു അദ്ദേഹത്തിന്റെ തമാശ കലർന്ന പ്രസംഗങ്ങളെല്ലാം തന്നെ. ആ തമാശയാണെങ്കിൽ പോലും അത് കൃത്യമായ രാഷ്ട്രീയത്തിലെ കാര്യങ്ങൾ തന്നെ വ്യക്തമായി പറഞ്ഞുകൊണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ എല്ലാ കാര്യങ്ങളും. അല്ലെങ്കിൽ രാഷ്ട്രീയത്തിൽ ഉറച്ച നിലപാടുള്ള വ്യക്തി കൂടിയായിരുന്നു അദ്ദേഹം. എല്ലാ കാലത്തും അദ്ദേഹം കൃത്യമായി ഉറച്ച നിലപാടിൽ അദ്ദേഹം അഭിപ്രായം രേഖപ്പെടുത്തുന്ന ഒരാൾ കൂടിയായിരുന്നു അദ്ദേഹം. അത് തന്നെയായിരുന്നു അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ സവിശേഷതയും. അദ്ദേഹത്തെ എല്ലാവർക്കും, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എല്ലാ പ്രതിപക്ഷ പാർട്ടികൾക്ക് പോലും അദ്ദേഹത്തിന്റെ പ്രസംഗം വലിയ ഇഷ്ടമായിരുന്നു. കോട്ടയത്തെ കുറിച്ചി താനം സ്വദേശിയാണ് അദ്ദേഹം. കോട്ടയംകാരുടെ അല്ലെങ്കിൽ ഉഴവൂർക്കാരുടെ ഏറ്റവും അഭിമാനമായ ഒരു രാഷ്ട്രീയ പ്രവർത്തനം കൂടിയായിരുന്നു. ഉഴവൂർ വിജയൻ എന്നറിയപ്പെടുന്ന പോലും അങ്ങനെയായിരുന്നു അദ്ദേഹം. NCPയുടെ സംസ്ഥാന പ്രസിഡന്റായി പാർട്ടിയുടെ എല്ലാ ഘട്ടങ്ങളിലും അദ്ദേഹം നിലയുറപ്പിച്ച് നിൽക്കുകയും എല്ലാ കാലങ്ങളിലും അല്ലെങ്കിൽ പാർട്ടി ചില പ്രശ്നങ്ങളിൽ ഒളിഞ്ഞപ്പോൾ പോലും അദ്ദേഹം ഉറച്ച നിലപാട് നിന്നുകൊണ്ട് പ്രവർത്തിക്കുകയും പാർട്ടിക്ക് യാതൊരു കോട്ടവും തട്ടാതെ അദ്ദേഹത്തിന്റെ മരണം വരെ കാത്തു സൂക്ഷിച്ചു എന്നുള്ളതാണ്. അദ്ദേഹം ഈ മലിനീകരണ നിയന്ത്രണ ബോർഡ്, അതുപോലെ FCI ഉപദേശക സമിതി അംഗം കൂടിയായിരുന്നു. അങ്ങനെ നിരവധി കാര്യങ്ങൾ കൂടിയാണ് അദ്ദേഹം വഹിച്ചിരുന്നെങ്കിലും രാഷ്ട്രീയത്തിൽ പ്രത്യേകിച്ച് ഇടതുപക്ഷത്തിന്റെ ഏറ്റവും മിന്നുന്ന മുഖമായിരുന്നു ഉഴവൂർ വിജയൻ എന്ന് നമുക്ക് പറയാൻ കഴിയും. അദ്ദേഹം പ്രസംഗിക്കുന്ന എല്ലാ വേദികളിലും അദ്ദേഹം കയ്യടി നേടിക്കൊണ്ട് അല്ലെങ്കിൽ എല്ലാവരെയും ചിരിപ്പിച്ചുകൊണ്ട് കൃത്യമായി പരിഹാസത്തോടെ ഏതൊരു രാഷ്ട്രീയ പാർട്ടികളെ വേദനിപ്പിക്കാതെ എന്നാൽ കൃത്യമായി പരിഹാസത്തോടെ അദ്ദേഹം മറുപടി പറഞ്ഞുകൊണ്ടിരുന്ന ഒരാൾക്കാണ്. നർമ്മത്തിന്റെ എല്ലാ മേമ്പൊടിയും ചാലിച്ചുകൊണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ പ്രസംഗവും. ഇപ്പോൾ അദ്ദേഹത്തിന്റെ വേർപാട് ഒരു പ്രായ ആധിക്യത്തെ തുടർന്നല്ല, രോഗത്തെ തുടർന്ന് ആണ് എന്നുള്ളതാണ് ഏറ്റവും വളരെ വിഷമകരമായി. ഇനിയും അദ്ദേഹത്തിന് ഒരുപാട് കാലം ഈ കേരള രാഷ്ട്രീയത്തിൽ തിളങ്ങി നിൽക്കാൻ അദ്ദേഹത്തിന് ഒരുപാട് കാലം ജീവിക്കാൻ അല്ലെങ്കിൽ ആയുസ് ഉണ്ടാകുമായിരുന്നു. പക്ഷേ എങ്കിലും അദ്ദേഹത്തിന്റെ രോഗമാണ് ഇപ്പോൾ ഈ അകാല മരണം പോലെ അദ്ദേഹത്തെ ഇപ്പോൾ കൊണ്ടുപോയിരിക്കുന്നത്. എന്തായാലും അദ്ദേഹം വളരെ കേരള രാഷ്ട്രീയത്തിൽ ഇനിയും ഒരുപാട് നാൾ കേരള രാഷ്ട്രീയത്തിൽ തിളങ്ങി നിൽക്കേണ്ട ഒരു വ്യക്തിത്വമാണ് ഇപ്പോൾ ഈ കരൾ രോഗബാധിതം മൂലം ഇപ്പോൾ മരിച്ചിരിക്കുന്നത്. എന്തായാലും സംസ്ഥാന രാഷ്ട്രീയത്തെ സംബന്ധിച്ച് ഏറ്റവും വലിയൊരു തീരാനഷ്ടം തന്നെയാണ്. ഇടതുപക്ഷത്തെ സംബന്ധിച്ച് ഏറ്റവും തീരാനഷ്ടമാണ്. ഇടതുപക്ഷത്തിന്റെ ഒരു മിന്നുന്ന ജയം LDFിൽ എപ്പോഴും ഉറച്ചു നിന്ന അല്പം പോലും അസ്വാരസ്യം ഉണ്ടാക്കാത്ത കേരള രാഷ്ട്രീയത്തിൽ എപ്പോഴും ഇടതുപക്ഷത്തിന് ഒപ്പം നിന്ന ഒരു വ്യക്തിയായിരുന്നു ഇപ്പോൾ മരണമടഞ്ഞിരിക്കുന്നത്. അഞ്ജു, സിബിയ, അതുതന്നെയാണ് എന്നും സാധാരണക്കാരനൊപ്പം നിൽക്കുന്ന, ജനപക്ഷത്തിനൊപ്പം നിന്ന് സാധാരണക്കാരന്റെ ഓരോ വേദനയ്ക്കും ഒപ്പം നിന്ന ഒരു രാഷ്ട്രീയ നേതാവിനെയാണ് നഷ്ടമായിരിക്കുന്നത്. വലിയൊരു നഷ്ടം, തീരാ നഷ്ടം തന്നെയല്ലേ അദ്ദേഹത്തിന്റെ ഈ വിടവാങ്ങൽ? തീർച്ചയായും അഞ്ജു, ഒരു തീരാ നഷ്ടം തന്നെയാണ്. കാരണം കേരള രാഷ്ട്രീയത്തിൽ അദ്ദേഹം കോൺഗ്രസ് പ്രവർത്തനം അല്ലെങ്കിൽ KSUവിലാണ് അദ്ദേഹം പ്രവർത്തനം ആരംഭിച്ചെങ്കിലും പിന്നീട് ഇടതുപക്ഷത്തിനൊപ്പം നിന്ന ആ നാൾക്ക് മുതൽ അദ്ദേഹം ഉറച്ചു നിൽക്കുകയും ഒരു അധികാര കസേരയ്ക്കും വേണ്ടി അദ്ദേഹം അങ്ങോട്ടും ഇങ്ങോട്ടും ചായാതെ പറയുമായിരുന്നു, എനിക്ക് ഒരു MLA അല്ലെങ്കിൽ ഒരു സീറ്റ് കിട്ടിയില്ല എന്നോർത്ത് ഞാൻ മരിക്കാൻ പോകില്ല, എന്നാൽ ഞാൻ LDFിന് വേണ്ടി മരിക്കും എന്നായിരുന്നു അദ്ദേഹത്തിന് ഒരു വേദിയിൽ പ്രസംഗിച്ചത്. അത്രയ്ക്ക് LDFിനൊപ്പം ഉറച്ചു നിന്ന ഒരു വ്യക്തിയായിരുന്നു. കൂടാതെ പൊതുജനങ്ങൾക്ക് വേണ്ടി എന്ത് കാര്യത്തിനും വിളിച്ചാലും അദ്ദേഹം കൃത്യമായി ആ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുകയും രാഷ്ട്രീയ ഭേദമന്യേ എല്ലാ കാര്യങ്ങളിലും അദ്ദേഹം എല്ലാ പൊതുജനങ്ങളെ സേവിക്കുക എന്നുള്ള ഒരൊറ്റ ചിന്ത അല്ലെങ്കിൽ ആ ഒരു ആശയത്തിലായിരുന്നു അദ്ദേഹം ഒന്നിരുന്നത്. അത് രാഷ്ട്രീയം നോക്കാതെയായിരുന്നു അദ്ദേഹം. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് എല്ലാവർക്കും വലിയ കാര്യവും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ആ പ്രശ്നങ്ങളെല്ലാം തന്നെയും അദ്ദേഹത്തെ എല്ലാവരും അംഗീകരിക്കുകയും അദ്ദേഹത്തിന് എല്ലാ പരിഹാസവും അതേ രീതിയിൽ തന്നെ ഉൾക്കൊള്ളുകയും എന്നാൽ രാഷ്ട്രീയമായി അദ്ദേഹം പ്രഹരിക്കേണ്ട ഒരു നല്ല രീതിയിൽ തന്നെ അദ്ദേഹം പ്രഹരിക്കുകയും ചെയ്യും. അതായിരുന്നു അദ്ദേഹത്തിന്റെ ശൈലി. എന്നാൽ അതിൽ തന്നെ അദ്ദേഹം ഉറച്ചു നിൽക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തി പ്രഭാവമായിരുന്നു. നമുക്കറിയാം, ഈ അടുത്ത കാലത്തെല്ലാം അദ്ദേഹം പ്രസംഗിച്ച ചില വാക്കുകളും എല്ലാം തന്നെ നമുക്ക് കേട്ടാൽ മനസ്സിലാവും. എല്ലാവരും നർമ്മത്തെ ചിരിച്ചുകൊണ്ട് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ എല്ലാ പ്രസംഗങ്ങളും നമ്മൾ ചിരിച്ചുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ എല്ലാ പ്രസംഗങ്ങളും നമ്മൾ കേട്ടിരുന്നത്. കൂടാതെ ഈ പരിഹാസം കലർന്ന നർമ്മം കലർന്ന അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങൾ തന്നെയായിരുന്നു അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ സ്വത്ത് നമുക്ക് പറയാൻ കഴിയും.
കഴിയും. 2015 മുതൽ തന്നെ അദ്ദേഹം ഈ NCPയുടെ സംസ്ഥാന പ്രസിഡന്റായി അദ്ദേഹം പ്രവർത്തിക്കുകയായിരുന്നു. പാർട്ടിയെ ശക്തിപ്പെടുത്താനും വേണ്ടി ഇടതുപക്ഷത്തോടൊപ്പം നിൽക്കുന്ന ഒരു വ്യക്തിപ്രഭാവമായിരുന്നു ഒഴവൂർ വിജയൻ. എന്തായാലും അദ്ദേഹത്തിന്റെ മരണം വളരെയധികം തീരാനഷ്ടമാണ്. കോട്ടയം കുറിച്ചിത്താനി സ്വദേശിയാണ് അദ്ദേഹം. ഒഴവൂരിന്റെ സ്വന്തം വിജയൻ എന്നാണ് അദ്ദേഹം അറിയപ്പെട്ടത് തന്നെ. അദ്ദേഹം ഉദര സംബന്ധമായ രോഗങ്ങളിൽ വളരെ കുറച്ചു നാളായി കഴിഞ്ഞ ഒരു മാസമായി അദ്ദേഹം കോട്ടയം കാരിത്താസ് ആശുപത്രിയിലായിരുന്നു അദ്ദേഹം ചികിത്സയിൽ. അവിടെ നിന്നും അദ്ദേഹത്തിന് ആൻജിയോപ്ലാസ്റ്റി ചെയ്യാൻ വേണ്ടിയാണ് അദ്ദേഹം കൊച്ചിയിലെ സ്വകാര്യ ഹോസ്പിറ്റലിൽ എത്തിയത്. ശരി സിബി, തുടരുക. ഇപ്പോൾ ആനത്തലവട്ടം ആനന്ദൻ കൂടി നമ്മോടൊപ്പം ടെലിഫോൺ ലൈനിൽ ചേരുകയാണ്. ശ്രീ ആനത്തലവട്ടം ആനന്ദൻ, ഉഴവൂർ വിജയൻ യാത്രയായിരിക്കുകയാണ്. താങ്കൾ എങ്ങനെ അനുസ്മരിക്കുന്നു? ഉഴവൂർ വിജയൻ ഒരു നല്ല കോൺഗ്രസുകാരനായിട്ട് രാഷ്ട്രീയ രംഗത്ത് വന്നതാണ് ആദ്യം കാണുന്നത്. അദ്ദേഹം മുൻ രാഷ്ട്രപതിയായിരുന്ന ഡോക്ടർ KR നാരായണന്റെ ഏറ്റവും വലിയ ആരാധകനും സുഹൃത്തും അദ്ദേഹത്തിന്റെ മരണാനന്തരം സ്മാരകം സ്ഥാപിക്കുന്നതിലും അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ ജനങ്ങളിൽ എത്തിക്കുന്നതിലും ഒക്കെ ഒരു മുഖ്യ കാർമ്മികനായിട്ടാണ് ഞാൻ ആദ്യം കാണുന്നത്. അതിനുശേഷം അദ്ദേഹം NCPയിൽ ചേർന്നു. NCPയിൽ ചേർന്ന് ഇടതുപക്ഷ മുന്നണിയുമായി സഹകരിച്ച് പ്രവർത്തനം ആരംഭിച്ച നാൾ മുതൽ നമ്മളെ പഞ്ചായത്ത് ചെറുപ്പക്കാരായിരുന്നു. അദ്ദേഹം നന്നായി ഒരുമിച്ച് ഒട്ടേറെ വേദികൾ യോഗങ്ങളിൽ പങ്കെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. ഒരു തവണ ഞാൻ നേതൃത്വം കൊടുത്തൊരു ജാഥയിലെ ഒരു അംഗമായിരുന്നു NCP വിജയൻ. ഏതെല്ലാം നേതാക്കൾ പ്രസംഗിച്ചാലും ആ പ്രസംഗം കഴിഞ്ഞിട്ട് സാധാരണ നേതാക്കൾ പ്രസംഗിച്ച് ജനം പിരിഞ്ഞു പോകുന്ന സ്ഥിതിയാണെങ്കിൽ ഉഴവൂർ വിജയൻ കൂടി പ്രസംഗിക്കാനുണ്ടെന്ന് പറഞ്ഞാൽ ജനം കാത്തിരിക്കുന്ന ഒരു സ്ഥിതി കണ്ടിരുന്നു. പൊതുയോഗങ്ങളിൽ നന്നായി ഹരിതരസമായ പ്രസംഗങ്ങൾ നടത്തിയ ആളുകളെ ആകർഷിക്കുന്നത് കേരളത്തിലെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളിൽ പ്രധാന റോളായിരുന്നു വിജയൻ വഹിച്ചിരുന്നത്. അദ്ദേഹത്തിന്റെ നിര്യാണം തീർച്ചയായും ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്കൊരു കനത്ത നഷ്ടമാണ്. ഇടതുപക്ഷങ്ങളുടെ നയങ്ങളോട് മുറുകെ പിടിച്ചു നിന്ന് അവസാനം വരെ നിന്നിട്ടുള്ള ഒരു ഘടകകക്ഷി നേതാവ് കൂടിയായിരുന്നു ശ്രീ ഉഴവൂർ വിജയൻ. അദ്ദേഹം ഈ അടുത്ത 1-2 ദിവസങ്ങൾക്ക് മുമ്പുള്ള പത്രവാർത്ത കണ്ടാണ് അദ്ദേഹം ആശുപത്രിയിലാണെന്ന് തന്നെ അറിയപ്പെട്ടത്. ഇത്ര പെട്ടെന്ന് അദ്ദേഹത്തിന്റെ അന്ത്യം സംഭവിച്ചെന്നറിഞ്ഞില്ല. ഇടതുപക്ഷ പ്രസ്ഥാനത്തിനും കേരളത്തിലെ പുരോഗമന പ്രസ്ഥാനങ്ങൾക്കുമൊക്കെ വിജയന്റെ നിര്യാണം ഒരു കനത്ത നഷ്ടമാണ്. അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളോടുള്ള അത്യഗാധമായ ദുഃഖവും അനുശോചനവും ഞാൻ ഈ അവസരത്തിൽ രേഖപ്പെടുത്തുന്നു. എന്തായാലും അദ്ദേഹം കാത്തുസൂക്ഷിച്ച ഒരു സൗഹൃദങ്ങൾ, പ്രത്യേകിച്ച് പാർട്ടി സൗഹൃദങ്ങൾക്കപ്പുറം കാത്തുസൂക്ഷിച്ചിരുന്ന വ്യക്തി സൗഹൃദങ്ങൾ, ഒപ്പം നർമ്മ സംഭാഷണങ്ങൾ, ഇതൊക്കെയല്ലേ എന്നും അദ്ദേഹത്തെ വ്യത്യസ്തനാക്കിയിരുന്നത്? തീർച്ചയായും അദ്ദേഹത്തിന്റെ നർമ്മ സംഭാഷണവും വ്യക്തി സൗഹൃദവും നമ്മൾക്ക് അറിയാത്തവർക്ക് സാധാരണ അടുത്തുള്ള ആൾക്കാരുടെ പോലെ നല്ല വ്യക്തി സൗഹൃദം പുലർത്തിയിരുന്നയാളാണ് ഉഴവൂർ വിജയൻ. അതെന്നും ആളുകൾ ഓർക്കുകയും ചെയ്യും. ശരി, വളരെയധികം നന്ദി ശ്രീ ആനത്തലവട്ടം ആനന്ദൻ ഈ അവസരത്തിൽ ഞങ്ങളോട് പ്രതികരിച്ചതിന്. സിബി, എന്തായാലും എല്ലാവർക്കും ഒരുപോലെ പറയാനുള്ളത് അദ്ദേഹത്തിന്റെ ആ സ്വതസിദ്ധമായ ശൈലിയും ഒപ്പം കാത്തുസൂക്ഷിച്ചിരുന്ന ആ സൗഹൃദവും ഒക്കെയാണ്. അതിനുമപ്പുറം NCP എന്ന പാർട്ടിയെ മുൻനിരയിലേക്ക് എത്തിക്കുന്നതിൽ അദ്ദേഹം വഹിച്ച പങ്ക് അത് വളരെ വലുതാണ്. എങ്ങനെ ആ ഒരു തലത്തിൽ കൂടി അദ്ദേഹത്തെ ഒന്ന് വിലയിരുത്തിയാൽ, നോക്കിക്കണ്ടാൽ? 2015 മുതൽ അദ്ദേഹം NCPയുടെ സംസ്ഥാന അധ്യക്ഷനായി പദവിയിൽ അലങ്കരിക്കുകയായിരുന്നു. അതിനുശേഷം ഇങ്ങോട്ടേക്ക് ഇപ്പോൾ അദ്ദേഹം 2017 വരെ ഈ 2 വർഷക്കാലം അദ്ദേഹം NCPയുടെ എല്ലാ കാലത്തും, അല്ലെങ്കിൽ NCP ചില പ്രശ്നങ്ങളിൽ ആടി ഒളിഞ്ഞപ്പോഴെല്ലാം അദ്ദേഹം ഉറച്ചു നിൽക്കുകയും, നമുക്കറിയാം മുൻപ് ഈ മന്ത്രിസഭയിൽ തന്നെ ഉണ്ടായ ചില കാര്യങ്ങൾ, ആ സമയത്തെല്ലാം മുൻ മന്ത്രി AK ശശീന്ദ്രൻ അടക്കമുള്ളവർക്ക് സംഭവിച്ച കാര്യങ്ങൾ, ആ സമയത്തെല്ലാം അദ്ദേഹം ആ മന്ത്രിയുടെ രാജി തന്നെ വാങ്ങിക്കൊണ്ട് അദ്ദേഹം വ്യക്തമായി എല്ലാ കാര്യങ്ങളും ഉറച്ച തീരുമാനമെടുക്കുന്ന, അല്ലെങ്കിൽ ഇടതുപക്ഷത്തോടൊപ്പം LDFന്റെ തീരുമാനത്തോടൊപ്പം ഉറച്ചു നിൽക്കുന്ന ഒരു വ്യക്തി കൂടിയായിരുന്നു. ഒരിക്കലും ഒരു ഘടകകക്ഷി എന്ന രീതിയിൽ LDFന് തലവേദന സൃഷ്ടിക്കുകയോ അല്ലെങ്കിൽ മറ്റൊരു രീതിക്കും ഒരു ഭിന്നാഭിപ്രായം ഉണ്ടാക്കിക്കൊണ്ട് രാഷ്ട്രീയത്തെ, അല്ലെങ്കിൽ LDFിൽ യാതൊരു തലവേദനയും സൃഷ്ടിക്കാതെ ആ പാർട്ടിക്കൊപ്പം എപ്പോഴും നിലനിൽക്കുകയും ഐക്യത്തോടെ തന്നെ എല്ലാ അഭിപ്രായങ്ങളും ഐക്യത്തോടെ അംഗീകരിക്കുകയും, അതോടൊപ്പം തന്നെ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ കൃത്യമായി ആ യോഗങ്ങളിൽ മാത്രം പറയുകയും പുറത്ത് എല്ലാ രീതിയിലും ഉറച്ചു നിൽക്കുകയും ചെയ്ത ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ശൈലി ഉണ്ടായിരുന്നു, അദ്ദേഹത്തിന്റെ അഭിപ്രായം ഉണ്ടായിരുന്നു, അദ്ദേഹത്തിന്റെ പ്രവർത്തനം ഉണ്ടായിരുന്നു. എല്ലാ കാര്യങ്ങളിലും അദ്ദേഹം ഒരു കൃത്യമായ
ഒരു വീക്ഷണത്തോടെ പ്രവർത്തിച്ചിരുന്ന ആൾ കൂടിയായിരുന്നു അദ്ദേഹം. ഇതിനു മുൻപ് തന്നെ NCPയുടെ ദേശീയ സമിതി അംഗവും അതോടൊപ്പം തന്നെ സംസ്ഥാന വൈസ് പ്രസിഡന്റും മീഡിയ കമ്മിറ്റി ചെയർമാൻ എന്നീ നിലകളെല്ലാം അദ്ദേഹം NCPയിൽ ഉറച്ചു നിന്ന ഒരു വ്യക്തിയായിരുന്നു. എല്ലാ NCPയുടെ വിവിധ ആ പാർട്ടിയിൽ അദ്ദേഹം എല്ലാ സ്ഥാനങ്ങളും വഹിക്കുകയും അങ്ങനെ കൃത്യമായ രാഷ്ട്രീയത്തിലൂടെ തന്നെയാണ് അദ്ദേഹം സംസ്ഥാന അധ്യക്ഷനായി കഴിഞ്ഞ 2015 അദ്ദേഹം ചുമതലയേറ്റത്. പിന്നീട് അദ്ദേഹം മരണം വരെ ആ പാർട്ടിയുടെ കേരളത്തിലെ ഏറ്റവും ഉറച്ച ശബ്ദമായി നിലനിൽക്കുകയും LDFയിൽ ഐക്യത്തോടെ അദ്ദേഹം നിൽക്കുകയും. ഇപ്പോൾ ശ്രീ MA ബേബി കൂടി നമ്മോടൊപ്പം ടെലിഫോൺ ലൈനിൽ ചേരുകയാണ്. ശ്രീ MA ബേബി, ഈ അവസരത്തിൽ താങ്കൾ എങ്ങനെയാണ് അദ്ദേഹത്തെ അനുസ്മരിക്കുന്നത്? ഉഴവൂർ വിജയന്റെ മരണം കേൾക്കാൻ പറഞ്ഞുകൊള്ളൂ. സിബി ജോസഫ് തുടരുക തന്നെയാണ്. എന്തായാലും സിബി, ഏവർക്കും ഒരുപോലെ പറയാനുള്ള കാര്യങ്ങൾ അദ്ദേഹത്തിന്റെ സൗഹൃദവും ഒപ്പം വ്യക്തിബന്ധങ്ങളും ഒക്കെ തന്നെയാണ്. ആ രീതിയിൽ അദ്ദേഹത്തെ നോക്കിക്കാണുമ്പോൾ അഞ്ജു, അദ്ദേഹം രാഷ്ട്രീയത്തിൽ എപ്പോഴും ഒരുപാട് സൗഹൃദങ്ങൾ ഉള്ള ഒരു വ്യക്തി കൂടിയായിരുന്നു അദ്ദേഹം. കാരണം രാഷ്ട്രീയ ഭേദമന്യേ മറ്റു രാഷ്ട്രീയ പാർട്ടികളായാലും അവരിൽ നിന്നെല്ലാം അദ്ദേഹത്തിന് ഒരുപാട് സൗഹൃദങ്ങൾ ഉണ്ടായിരുന്നു. കാരണം ആരെയും കുത്തി നോവിക്കാത്ത ഒരു വ്യക്തി കൂടിയായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിന്റെ പ്രസംഗ ശൈലി തന്നെ അദ്ദേഹം നർമ്മം കലർന്ന രീതിയിൽ ഒരു പരിഹാസത്തോടെ അദ്ദേഹം രാഷ്ട്രീയത്തിൽ സംസാരിക്കുമെങ്കിലും അദ്ദേഹം ആരെയും വ്യക്തിപരമായി കുത്തി നോവിക്കുന്ന ഒരു ആളായിരുന്നില്ല. അദ്ദേഹത്തിന്റെ പ്രസംഗം മറ്റുള്ള രാഷ്ട്രീയ പാർട്ടികൾ പോലും അവർക്കെതിരാണ് സംസാരിക്കുന്നതെങ്കിൽ പോലും അവരും അത് വളരെയധികം നർമ്മത്തോടെ അല്ലെങ്കിൽ ആ രീതിക്ക് അത് അവർ എടുത്തിരുന്നുള്ളൂ. അദ്ദേഹത്തിന്റെ എല്ലാ പ്രസംഗ ശൈലിയും നമുക്ക് കേട്ടാൽ തന്നെ അത് മനസ്സിലാവുകയും ചെയ്യും. അത്തരത്തിൽ അദ്ദേഹം എന്നാൽ ഉറച്ച രാഷ്ട്രീയ അഭിപ്രായത്തിൽ തന്നെ അദ്ദേഹം കാര്യങ്ങൾ പറയുകയും ചെയ്യും. അതായത് സിനിമ ഡയലോഗുകളെയും അല്ലെങ്കിൽ ഹാസ്യ ഡയലോഗുകളെല്ലാം തന്നെ കൂട്ടിച്ചേർത്തുകൊണ്ട് ആയിരിക്കും അദ്ദേഹം. ശരി സിബി, തുടരുക. ഇപ്പോൾ MA ബേബി നമ്മോടൊപ്പം ടെലിഫോൺ ലൈനിൽ ചേരുകയാണ്. ശ്രീ MA ബേബി, NCPയുടെ സംസ്ഥാന അധ്യക്ഷൻ ഉഴവൂർ വിജയൻ യാത്രയായിരിക്കുകയാണ്. താങ്കൾ എങ്ങനെ അനുസ്മരിക്കുന്നു? വളരെ അടുത്ത ഹൃദയബന്ധമുള്ള ഒരു ഉറ്റ സുഹൃത്തിന്റെ തികച്ചും ഇഷ്ടമായ മരണമാണ് ഉഴവൂർ വിജയന്റെ ഈ മരണം. കഴിഞ്ഞ കുറേമായി കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ വ്യക്തിപരമായി ഏറ്റവും കൂടുതൽ അടുപ്പം സൂക്ഷിച്ചിരുന്ന നേതാക്കന്മാരിൽ ഒരാളാണ് ഉഴവൂർ വിജയൻ. വളരെ ആരോഗ്യവാനായി എപ്പോഴും കണ്ടുകൊണ്ടിരുന്ന വിജയൻ ഇങ്ങനെ ഒരു മുന്നറിയിപ്പും തരാതെ നമ്മളെ വിട്ടുപോകും എന്ന് പ്രതീക്ഷിച്ചിരുന്നതേയില്ല. ഉഴവൂർ വിജയന്റെ ജീവിതം വളരെ ലളിതമായിരുന്നു. എല്ലാവരുമായും ചങ്ങാത്തം കൂടി നടക്കുന്ന, കടുത്ത ഭാഷയിൽ നർമ്മം കലർത്തി വിമർശിക്കാൻ ഉഴവൂർ വിജയന്റെ ചാതുര്യം വളരെ പ്രസിദ്ധമാണ്. ഉഴവൂർ വിജയൻ സംസാരിക്കാനുള്ള വേദിയിൽ അദ്ദേഹം സംസാരിക്കാനുണ്ട്, അദ്ദേഹത്തിന്റെ പ്രശ്നം കേൾക്കാൻ കൗതുകത്തോടുകൂടി ഇരിക്കുന്നവരാണ് നിങ്ങളെല്ലാം എന്ന് തുടക്കത്തിൽ പറഞ്ഞുകൊണ്ട് മാത്രമേ ഒക്കെ പ്രസംഗിച്ചിരുന്നുള്ളൂ. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന വേളയിൽ കുറെ യോഗസ്ഥലങ്ങളിൽ ഉഴവൂർ വിജയനുമായി വേദി പങ്കെടുക്കാൻ കഴിഞ്ഞിരുന്നു എന്നുള്ളത് ഞാൻ ഓർമ്മിക്കുകയാണ്. വളരെ ഗഹനമായ ആശയങ്ങൾ തന്നെ സാധാരണക്കാർക്ക് മനസ്സിലാക്കി സരളമായ ഉദാഹരണങ്ങളും നർമ്മവും കലർത്തി അവതരിപ്പിക്കാനുള്ള എന്റെ ചാതുര്യത്തെ അസൂയയോടുകൂടിയാണ്, സ്നേഹപൂർവ്വം പറയുന്നു, ഞങ്ങളെല്ലാം കേട്ടിരുന്നിട്ടുള്ളത്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആവശ്യക്കാർ ഒരു പ്രഭാഷകനാണ് ഉഴവൂർ വിജയൻ. വളരെ അടുത്ത വ്യക്തിബന്ധവും ഞങ്ങൾ തമ്മിലുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ വേർപാടിൽ ദുഃഖിക്കുന്നു. കുടുംബാംഗങ്ങളോടും സുഹൃത്തുക്കളോടും NCPയോടും ദുഃഖവും അനുശോചനവും അറിയിക്കുന്നു. ശ്രീ MA ബേബി, ദേശീയ തലത്തിൽ NCP ഒരു വേറിട്ട നിലപാട് സ്വീകരിച്ചപ്പോഴും കേരളത്തിൽ ഇടതുപക്ഷത്തിനൊപ്പം നിന്ന് ശക്തമായ ഒരു രാഷ്ട്രീയ നിലപാട് കൈക്കൊണ്ട ഒരു വ്യക്തി കൂടിയാണ്. അത്തരത്തിൽ സരസനും നർമ്മ സംഭാഷണവും ഒക്കെ ഉള്ള ഒരു വ്യക്തിത്വ ഉടമയാണെങ്കിലും ശക്തമായ രാഷ്ട്രീയ നിലപാടുകൾ കൂടി സ്വീകരിച്ച ഒരു വലിയ നേതാവ് തന്നെയല്ലേ അദ്ദേഹം? ശ്രീ MA ബേബി, കേൾക്കാമെങ്കിൽ.
സാങ്കേതിക പ്രശ്നമുണ്ട്. കേരള രാഷ്ട്രീയത്തിൽ നർമ്മത്തിന്റെ മേമ്പൊടി ചാലിച്ച് ആളെ കൂട്ടുന്നവരിൽ ആദ്യ നിരയിലാണ് ഉഴവൂർ വിജയന്റെ സ്ഥാനം. എന്നും സാധാരണക്കാരുടെ നേതാവായി ഇടതുപക്ഷത്ത് നിലയുറപ്പിച്ച അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതത്തിലൂടെ ഉഴവൂർ കുറിച്ചിത്താനം കാരാംകുന്നേൽ ഗോവിന്ദൻ നായരുടെയും ലക്ഷ്മിക്കുട്ടിയമ്മയുടെയും മകനായ ഉഴവൂർ വിജയൻ KSUവിലൂടെയാണ് രാഷ്ട്രീയത്തിലേക്ക് ചുവടുവെച്ചത്. ബിരുദധാരിയായ ഉഴവൂർ വിജയൻ പിന്നീട് KSU സംസ്ഥാന സെക്രട്ടറിയായും യൂത്ത് കോൺഗ്രസ് സെക്രട്ടറിയായും പ്രവർത്തിച്ചു. ഇന്ദിരയുടെ അടിയന്തരാവസ്ഥയ്ക്കെതിരെ കലഹിച്ച് കോൺഗ്രസ് പിളർന്നപ്പോൾ ആന്റണിക്കൊപ്പം നിന്നു. പിന്നീട് കോൺഗ്രസ് എസിലൂടെ NCPയിലെത്തി ഇടതുപക്ഷത്തോടൊപ്പം നിലയുറപ്പിച്ചു. ആദ്യ ജില്ലാ കൗൺസിൽ തെരഞ്ഞെടുപ്പിൽ കുമാരനെല്ലൂർ ഡിവിഷനിൽ നിന്ന് വൻ ഭൂരിപക്ഷത്തോടെ വിജയിച്ചു. 2001 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാലായിൽ KM മാണിക്കെതിരെ മത്സരത്തിനിറങ്ങി. NCP ദേശീയ സമിതി അംഗം, സംസ്ഥാന വൈസ് പ്രസിഡന്റ്, മീഡിയ കമ്മിറ്റി ചെയർമാൻ, NCPയുടെ തൊഴിലാളി യൂണിയൻ പ്രസിഡന്റ് എന്നീ നിലകളിൽ പ്രവർത്തിച്ച അദ്ദേഹം NCP സംസ്ഥാന അധ്യക്ഷനായി. KR നാരായണൻ ഫൗണ്ടേഷൻ ചെയർമാനാണ്. ചന്ദ്രമണി അമ്മയാണ് ഭാര്യ. വന്ദന, വർഷ എന്നിവർ മക്കളാണ്. കേരള രാഷ്ട്രീയത്തിൽ നർമ്മത്തിന്റെ മേമ്പൊടി ചാലിച്ച് ആളെ കൂട്ടുന്നവരിൽ ആദ്യ നിരയിൽ നിൽക്കുന്ന ഉഴവൂർ വിജയന്റെ പ്രയോഗങ്ങൾ കുറിക്കുകൊള്ളുന്നതാണ്. പ്രസംഗം കേൾക്കാൻ വരുന്നത് പച്ചയായ മനുഷ്യരാണ്. കാര്യങ്ങൾ അവർക്ക് മനസ്സിലാകുന്ന രീതിയിൽ പറഞ്ഞു കൊടുക്കുകയാണ്. പറയുന്നത് തമാശയല്ല, കാര്യങ്ങളാണ്. ഇതാണ് ഉഴവൂർ വിജയന്റെ നയം. തമാശകളായി കാര്യങ്ങൾ പറയുമ്പോഴും വിജയന് എന്നും ഉറച്ച നിലപാടുകളുണ്ടെന്ന് രാഷ്ട്രീയ എതിരാളികൾ പോലും സമ്മതിക്കും. മത്സരിക്കാൻ സീറ്റ് കിട്ടിയില്ലെങ്കിൽ മരിക്കാനൊന്നും പോകുന്നില്ല. എന്നാൽ LDFനായി മരിക്കാൻ തയ്യാറാണ്. ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളോടുള്ള കൂറ് പ്രകടമാക്കുന്നതാണ് ഉഴവൂർ വിജയന്റെ ഈ വാക്കുകൾ. TP പ്രശാന്ത്, ന്യൂസ് ബ്യൂറോ, കോട്ടയം. TP പ്രശാന്ത് കൂടി നമ്മോടൊപ്പം ടെലിഫോൺ ലൈനിൽ ചേരുകയാണ്. ശ്രീ TP പ്രശാന്ത്, എന്തായാലും നർമ്മത്തിന്റെ മേമ്പൊടി ചാലിച്ചുള്ള ആ സംഭാഷണങ്ങൾക്കും അപ്പുറം കടുത്ത നിലപാടുകൾ കൂടി സ്വീകരിച്ച ഒരു രാഷ്ട്രീയ നേതാവ് തന്നെയായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതത്തെ എങ്ങനെ ഓർത്തെടുക്കാം? തീർച്ചയായും ഉഴവൂർ വിജയൻ എന്ന വ്യക്തിയെ സംബന്ധിച്ച് ഒരു രാഷ്ട്രീയ നേതാവ് എന്നതിനേക്കാൾ ഉപരി എപ്പോഴും ആളുകൾക്കിടയിൽ ഹാസ്യം പറയുന്ന ഒരു വ്യക്തി, അല്ലെങ്കിൽ കേരള രാഷ്ട്രീയ രംഗത്തെ നർമ്മ പ്രഭാഷകൻ എന്നിങ്ങനെയൊക്കെയാണ് വിലയിരുത്തുന്നതെങ്കിലും വളരെയധികം കർക്കശമായിട്ടുള്ള നിലപാടുകൾ പുലർത്തുന്ന ഒരു വ്യക്തിത്വം കൂടിയായിരുന്നു ഉഴവൂർ വിജയന്റേത്. അദ്ദേഹം കാര്യങ്ങൾ എല്ലാം കൃത്യമായി ജനങ്ങൾക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ പറയും. അദ്ദേഹത്തോട് സംസാരിക്കും. പ്രത്യേകിച്ച് കൈരളിയുമായി തന്നെ വളരെ അടുത്ത ബന്ധമാണ് അദ്ദേഹത്തിനുള്ളത്. അത്തരത്തിലുള്ള പലപ്പോഴുമുള്ള സംഭാഷണങ്ങൾ അദ്ദേഹം പറയാറുണ്ട്. ജനങ്ങൾക്ക് മുന്നിൽ വന്ന് നമ്മൾ വളരെ സീരിയസ് ആയി സംസാരിച്ചാൽ ഒരുപക്ഷെ അവർ അത് ചെവിക്കൊള്ളണമെന്നില്ല. പക്ഷെ അവർക്ക് മനസ്സിലാകേണ്ട കാര്യങ്ങളെ നമ്മൾ തമാശ രൂപേണയാക്കി പറഞ്ഞു കൊടുക്കുമ്പോൾ അവരുടെ മനസ്സിൽ അച്ചിട്ട പോലെ പതിയും. അതുകൊണ്ട് തന്നെയാണ് അത്തരത്തിലൊരു പ്രഭാഷണ ശൈലി സ്വീകരിക്കാൻ കാരണമെന്ന് അദ്ദേഹം പറയുന്നു. മാത്രമല്ല, നല്ല മികച്ച വ്യക്തിബന്ധങ്ങളെല്ലാം തന്നെ അദ്ദേഹം ജീവിതത്തിൽ, കാരണം ഈ KM മാണി അടക്കമുള്ള നേതാക്കളെ കടുത്ത ഭാഷയിൽ വിമർശിക്കുമ്പോൾ പോലും അദ്ദേഹത്തോടും അടക്കം വലിയ നല്ല രീതിയിലുള്ള വ്യക്തിബന്ധങ്ങൾ. ഇപ്പോൾ PC ജോർജ് കൂടി നമ്മോടൊപ്പം ടെലിഫോൺ ലൈനിൽ ചേരുകയാണ്. ശ്രീ PC ജോർജ്, ഉഴവൂർ വിജയൻ യാത്രയായിരിക്കുകയാണ്. താങ്കൾ എങ്ങനെ അനുസ്മരിക്കുന്നു? PC ജോർജിലേക്ക് എത്താം. എന്തായാലും NCP സംസ്ഥാന അധ്യക്ഷൻ ഉഴവൂർ വിജയൻ അന്തരിച്ചിരിക്കുകയാണ്. കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം. 1 മാസത്തോളമായി ഹൃദയ സംബന്ധമായ അസുഖത്തെ തുടർന്ന് കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അസുഖം മൂർച്ഛിച്ചതിനെ തുടർന്ന് വെന്റിലേറ്ററിലേക്ക് മാറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടായി. എന്നാൽ ഇന്ന് പുലർച്ചെ 6:57 അദ്ദേഹത്തിന്റെ മരണം സ്ഥിരീകരിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായത്. എന്തായാലും TP പ്രശാന്ത് തന്നെ തുടരുകയാണ്. പ്രശാന്ത്, അദ്ദേഹം വഹിച്ചിരുന്ന മേഖലകൾ അത് പലതാണ് എന്നും ജനങ്ങൾക്കൊപ്പം നിൽക്കാൻ ഒരു മേഖലയിൽ മാത്രം നിന്നാൽ പോരാ, മറിച്ച് പല മേഖലയിൽ ഒരേപോലെ നിന്നുകൊണ്ടുള്ള ഒരു പ്രവർത്തനമായിരുന്നു അദ്ദേഹം കാഴ്ചവെച്ചത്. ആ രീതിയിൽ കൂടി അദ്ദേഹത്തെ നോക്കിക്കാണുമ്പോൾ അദ്ദേഹം രാഷ്ട്രീയം എന്നതിനേക്കാൾ ഉപരി സിനിമാ രംഗത്തും അദ്ദേഹം കൈവച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് മേലെപ്പറമ്പിൽ, ആൺവീട്, ജനം തുടങ്ങിയ സിനിമകളിലെല്ലാം തന്നെ അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട് എന്നുള്ളതും രസകരമായിട്ടുള്ള വസ്തുതയാണ്. അതേക്കുറിച്ച് അദ്ദേഹം പലപ്പോഴും പറയുന്നത്, ഞാൻ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്, എന്നെ നിങ്ങൾക്ക് കാണാം, പക്ഷെ ഒരു കാര്യമുണ്ട്, നിങ്ങൾ സിനിമ കൃത്യതയോടുകൂടി ശ്രദ്ധയോടുകൂടി കണ്ടിരിക്കണം, എന്നാൽ മാത്രമേ എന്നെ കാണാൻ കഴിയുകയുള്ളൂ. അപ്പോൾ അദ്ദേഹം പറയുന്നത് സിനിമ നിങ്ങൾ വീക്ഷിക്കുമ്പോൾ. പ്രശാന്ത് തുടരുക. PC ജോർജ് ചേരുകയാണ്. PC ജോർജ്, വലിയൊരു തീരാ നഷ്ടം തന്നെയല്ലേ ഉഴവൂർ വിജയന്റെ വിയോഗം? താങ്കൾ എങ്ങനെ അനുസ്മരിക്കുന്നു? എന്താണ് സംശയം?
കേരള രാഷ്ട്രീയ രംഗത്ത് വലിയൊരു നഷ്ടമാണ് ഉഴവൂർ വിജയൻ എന്ന മനുഷ്യ സ്നേഹിയുടെ എന്റെ സുഹൃത്തിന്റെ യാതൊരു തർക്കമില്ല. ഞാൻ അദ്ദേഹത്തെ പറ്റി ഒരു ചെറിയ സെന്റൻസ് പറയാം. എല്ലാം തനിക്കുള്ളതെല്ലാം ലോകത്തിനും സുഹൃത്തുക്കൾക്കും സമൂഹത്തിനും സംഭാവന ചെയ്ത് ഒന്നും നേടാതെ വെറും കൈയോടെ സ്വർഗത്തിലേക്ക് പോയ മാന്യ സുഹൃത്താണ് ഉഴവൂർ വിജയൻ എന്ന് പറയാൻ എനിക്ക് സന്തോഷമുണ്ട്. അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പാർട്ടി പോലും അദ്ദേഹത്തിന്റെ പേരിൽ അറിയപ്പെടുന്ന എന്റെ അഭിപ്രായക്കാരന്. കാരണം ഇന്ന് ഇടതുപക്ഷം വളരെ ശക്തമായ വക്താവായി അദ്ദേഹം നിൽക്കുക. അതുകൊണ്ട് തന്നെയാണ് ഇടതുപക്ഷമല്ല NCPക്ക് അംഗീകാരം പോലും ഉള്ളത്. കേരള ജനസമൂഹം എപ്പോഴും കാതോർക്കുന്ന ഉഴവൂർ വിജയന്റെ ശബ്ദമാണ്. അദ്ദേഹം നർമ്മത്തോടുകൂടിയാണ്. പക്ഷേ നർമ്മത്തോടുകൂടി തന്നെ കാര്യങ്ങൾ രാഷ്ട്രീയ സാഹചര്യങ്ങളും വിലയിരുത്തുന്ന ഒരു പ്രിയങ്കരനായ ജനനേതാവായിരുന്നു ഉഴവൂർ വിജയൻ. ഒരു സംശയം വേണ്ട. ആ ഉഴവൂർ വിജയൻ തനിക്ക് വേണ്ടിയോ തന്റെ മക്കൾക്ക് വേണ്ടിയോ ഭാര്യയ്ക്ക് വേണ്ടിയോ ഒന്നും സമ്പാദിച്ചില്ല. ഉള്ളതെല്ലാം സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും വേണ്ടി മാത്രം സമൂഹത്തിന് നന്മ ചെയ്ത് കടന്നുപോയ ആ വലിയ മനുഷ്യന്റെ ഓർമ്മയ്ക്ക് മുമ്പേ കേരള ജനപക്ഷത്തിന് വേണ്ടി മാത്രമല്ല വ്യക്തിപരമായി ഒരു സുഹൃത്ത് എന്ന നിലയിലും ഞാൻ അഗാധമായ ദുഃഖം രേഖപ്പെടുത്തുകയാണ്. അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളോടും ദുഃഖം രേഖപ്പെടുത്തുകയാണ്. രാഷ്ട്രീയ സൗഹൃദം മാത്രമായിരുന്നില്ല, ഒരു വ്യക്തി സൗഹൃദം വളരെ അധികം കാത്തുസൂക്ഷിച്ച ഒരു വ്യക്തി കൂടിയാണ്. നർമ്മത്തിന്റെ ഭാഷയിൽ എന്നും ജനങ്ങൾക്കൊപ്പം നിൽക്കുന്ന ഒരു രാഷ്ട്രീയ നേതാവിനെയല്ലേ നഷ്ടമായിരിക്കുന്നത്? സംശയമുണ്ടോ? എന്താ സംശയം? അദ്ദേഹം ഞാൻ പറയുന്ന കോട്ടയം ജില്ലയിൽ ഏത് വ്യക്തി ഏത് രാഷ്ട്രീയക്കാരനെ പറ്റി എതിരും അനുകൂലമൊന്നുമില്ല. മുഴുവൻ പേര് ഉഴവൂർ വിജയൻ അനുകൂലമായിരിക്കും. ഞാൻ പറഞ്ഞില്ലേ, രാഷ്ട്രീയമായിട്ട് ഒന്നും നേടിയിട്ടില്ല അദ്ദേഹം. ഒരു സ്ഥാനവും നേടിയിട്ടില്ല. ഒരു കോർപ്പറേഷൻ വിട്ടില്ല അദ്ദേഹത്തിന്. സമ്പത്തില്ല, പണമില്ല, എല്ലാം. ഇന്നത്തെ രാഷ്ട്രീയ നേതാക്കന്മാരൊക്കെ ഒരു മാതൃകയായി ഉഴവൂർ വിജയനെ സ്വീകരിക്കണമെന്ന് അഭിപ്രായക്കാരനായി. എന്റെ അടുത്ത സുഹൃത്തായിരുന്നു. ഞങ്ങൾ എല്ലാ കാര്യങ്ങളും പങ്കുവെക്കാറുണ്ടായിരുന്നു. വേദനയോടുകൂടി അദ്ദേഹം പല കാര്യങ്ങളും പറഞ്ഞത് ഞാൻ ഓർക്കുന്നുണ്ട്. ഏതായാലും ഉഴവൂർ വിജയന്റെ നഷ്ടം കേരളത്തിന് വലിയ നഷ്ടം തന്നെയാണ്, യാതൊരു സംശയം വേണ്ട. ശരി, വളരെയധികം നന്ദി ശ്രീ PC ജോർജ് ഈ അവസരത്തിൽ പ്രതികരിച്ചതിന്. പ്രശാന്ത, PC ജോർജ് സൂചിപ്പിച്ചതുപോലെ തന്നെ തനിക്ക് വേണ്ടി അദ്ദേഹം ഒന്നും സ്വരൂപിച്ചു കൂട്ടിയിരുന്നില്ല എന്നും ജനങ്ങൾക്കൊപ്പം നിന്ന് മറ്റുള്ളവർക്ക് വേണ്ടി തന്റെ സൗഹൃദത്തിനു വേണ്ടിയൊക്കെ നേടിയ ഒരു വ്യക്തിത്വത്തെയാണ് നഷ്ടമായിരിക്കുന്നത്. വിജയൻ എന്ന വ്യക്തിയെ സംബന്ധിച്ച് അദ്ദേഹം ഒരു ജംഗ്ഷനിൽ വന്നിറങ്ങിയാൽ അല്ലെങ്കിൽ അദ്ദേഹം കോട്ടയം നഗരത്തിൽ വന്നിറങ്ങിയാൽ പോലും അദ്ദേഹത്തെ ചുറ്റിപ്പറ്റി നിൽക്കുന്നത് നിരവധി സാധാരണക്കാരാണ് എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ വ്യക്തിത്വത്തിന്റെ ഏറ്റവും എടുത്തു പറയേണ്ടുന്ന കാര്യം. കാരണം അദ്ദേഹത്തിന് ആരാധകരും അദ്ദേഹത്തെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നവരുമാണ് എപ്പോഴും അദ്ദേഹത്തിന്റെ ചുറ്റും നിൽക്കുന്നത്. അല്ലാതെ വലിയ വലിയ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആളുകളെക്കാൾ ഉപരി ഏറ്റവും താഴേക്കിടയിലുള്ള ആളുകളോട് പോലും തോളിൽ കൈയിട്ട് സംസാരിച്ച് കടന്നു പോകുന്ന ഒരു വ്യക്തിയാണ് എന്നും അക്ഷരനഗരിയായ കോട്ടയത്തിന് കാണാൻ സാധിക്കുന്നത്. മാത്രമല്ല അദ്ദേഹം, ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ അദ്ദേഹത്തിന്റെ അദ്ദേഹം സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട്. ആ സിനിമകളിൽ അഭിനയിക്കുമ്പോൾ പോലും അദ്ദേഹത്തിന് എല്ലാം, അതായത് ആളുകളോട് കാര്യങ്ങൾ പറയുമ്പോൾ, തന്റെ അഭിനയ ജീവിതത്തെ കുറിച്ചെല്ലാം പറയുമ്പോൾ അദ്ദേഹം വളരെയധികം ശ്രദ്ധയോടുകൂടിയും തമാശയോടും കൂടിയാണ് ആളുകൾക്ക് പറയുക. അതുപോലെ പറയുന്ന ഓരോ വാക്കുകൾ ജനങ്ങളുടെ ഹൃദയത്തിലേക്ക് കുറിക്കൊള്ളുന്ന രീതിയിലാണ്. പ്രത്യേകിച്ച് മേലെപ്പറമ്പിൽ ആൺവീട്, ജനം തുടങ്ങിയ സിനിമകളിലെല്ലാം അദ്ദേഹം അഭിനയിച്ചപ്പോൾ അതേക്കുറിച്ച് അദ്ദേഹത്തോട് ആളുകൾ ചോദിക്കും, പടത്തിലെ റോള് എങ്ങനെയുണ്ട് എന്നൊക്കെ ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത്, നിങ്ങൾ ഒരു കാര്യം ചെയ്യണം, നിങ്ങൾ ആ സിനിമ കാണണം, അത് വളരെയധികം ശ്രദ്ധയോടുകൂടി കണ്ടിരിക്കണം, എങ്കിൽ മാത്രമേ എന്നെ കാണാൻ കഴിയുകയുള്ളൂ എന്ന് പറഞ്ഞ അദ്ദേഹം അതിനൊരു നർമ്മത്തിന്റെ ഭാഷയിലൂടെ തന്നെ ജനങ്ങളുടെ ഹൃദയത്തിലേറെ സഞ്ചരിക്കുന്ന ഒരു രാഷ്ട്രീയ വ്യക്തിത്വം കൂടിയായിരുന്നു എന്നുള്ളതാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഉഴവൂർ വിജയനെ സംബന്ധിച്ച് ഇടതുപക്ഷത്തിന്റെ ശക്തനായ വക്താവ് എന്ന നിലയിൽ തന്നെയായിരുന്നു അദ്ദേഹം പ്രവർത്തിച്ചിരുന്നത്. മലപ്പുറം തെരഞ്ഞെടുപ്പിൽ ഏറ്റവും ഒടുവിൽ പറയുമ്പോൾ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം എടുത്തു പറയേണ്ടത് മലപ്പുറം തെരഞ്ഞെടുപ്പിലടക്കം അദ്ദേഹം ഒരു പ്രചരണത്തിന്റെ ചാമ്പ്യൻ എന്ന രീതിയിൽ മുന്നിൽ തന്നെ നിന്നുകൊണ്ട് അദ്ദേഹം നയിക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നു. ഒരു ദിവസം 10-15 പ്രചരണ യോഗങ്ങളിൽ പങ്കെടുത്തുകൊണ്ടായിരുന്നു അദ്ദേഹം പോയിരുന്നത്. അദ്ദേഹം രാഷ്ട്രീയ നേതാക്കൾക്കെതിരെ കൂരമ്പുകൾ ചെയ്യുമ്പോൾ പോലും ഏത് നേതാവിനെയാണോ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഇപ്പോൾ ടെലിഫോൺ ലൈനിൽ ചേരുകയാണ്. ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, ഉഴവൂർ വിജയൻ യാത്രയായിരിക്കുകയാണ്. വലിയൊരു തീരാൻ നഷ്ടം തന്നെയല്ലേ അദ്ദേഹത്തിന്റെ വിയോഗം? ഞാൻ ഇന്നലെ രാത്രിയിൽ അദ്ദേഹത്തെ പരിചരിക്കുന്ന ആശുപത്രിയിൽ പോയി കുറെ ദീർഘനേരം ഞങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. വളരെ ദുഃഖത്തോടു കൂടിയാണ് ആശുപത്രി പരിസരത്തും മെഡിക്കൽ പോരുന്നത്. എല്ലാം പഴയ കാര്യങ്ങളെ കുറിച്ച് എത്രയോ കാര്യങ്ങൾ അതിനെക്കുറിച്ചുള്ള അനുസ്മരണമായിരുന്നു. സത്യം പറഞ്ഞാൽ എന്റെ മനസ്സുണ്ടായിരുന്നത്. ഒരു സംഘടനാ പ്രവർത്തകനായി വിദ്യാർത്ഥി രംഗത്ത് ഞങ്ങൾ
പ്രവർത്തനം ആരംഭിക്കുമ്പോൾ ശ്രീ വിജയൻ ഞങ്ങളുടെ ഒപ്പം ഉണ്ടായിരുന്നു. പിന്നെ യുവജന വിദ്യാർത്ഥി രംഗത്തൊക്കെ വളരെ സജീവ സാന്നിധ്യമായിട്ട് അദ്ദേഹം നന്നായിട്ട് പ്രവർത്തിച്ചു. അന്നും ഇന്നും അദ്ദേഹത്തിന്റെ പ്രത്യേകത, ഏത് കർക്കശമായ സാഹചര്യം ഉണ്ടായാലും അവിടെ എല്ലാം ഒരു നർമ്മത്തിന്റെ തിരി കൊളുത്താൻ വിജയൻ മുൻപന്തിയിലുണ്ട്. അപ്പോ രാഷ്ട്രീയ രംഗത്തെ തീഷ്ണത കുറയ്ക്കുന്നതിന് വേണ്ടി അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നുള്ളത് സത്യമാണ്. യഥാർത്ഥത്തിൽ വിജയന് പകരം വിജയനല്ലാതെ മറ്റൊരാളില്ല. അങ്ങനെ നല്ല വാക്ചാതുരി, ആളുകളെ എല്ലാം രസിപ്പിക്കുകയും അവരെ എല്ലാവരെയും സ്വന്തം കയ്യിലേക്ക് എടുക്കുകയും ചെയ്യുന്ന ഏറ്റവും പ്രത്യേകതയോടുകൂടിയ ഒരു സമീപനമാണ് ഞാൻ അദ്ദേഹത്തിൽ ദർശിച്ചിട്ടുള്ള ഏറ്റവും വലിയ പ്രത്യേകത. അതേസമയം വ്യക്തിബന്ധം എന്നും അദ്ദേഹം നിലനിർത്തിയിട്ടുണ്ട്. ഞാൻ ഓർക്കുന്നു, രണ്ട് പാർട്ടിയിലായി പ്രവർത്തിക്കുന്ന സന്ദർഭം വന്നപ്പോഴും ഒരിക്കൽ പോലും അദ്ദേഹം വ്യക്തിപരമായി ഞങ്ങൾ ആ സെറ്റിലുണ്ടായിരുന്ന ആളുകളെ അങ്ങനെ വിമർശിച്ചിട്ടേയില്ല. കാരണം അദ്ദേഹത്തിന്റെ മനസ്സിൽ എന്നും ആ പഴയ ഓർമ്മകൾ തളം കെട്ടി നിന്നു എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ ശ്രീ വിജയനെ കുറിച്ച് ഓർക്കുമ്പോൾ ഒട്ടനവധി പഴയ കാര്യങ്ങൾ ചിന്തിച്ച് പോവുകയാണ്. ഞാൻ അദ്ദേഹത്തിന്റെ ഒരു നിര്യാണത്തിൽ അനുശോചനം രേഖപ്പെടുത്തുകയാണ്. കുടുംബാംഗങ്ങളുടെ എല്ലാവരോടും എൻ്റെ ആ സന്തപ്ത കുടുംബങ്ങളോടുള്ള എൻ്റെ എല്ലാ വിധത്തിലുമുള്ള അനുശോചനം അറിയിക്കും. ശരി, വളരെയധികം നന്ദി ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഈ അവസരത്തിൽ ഞങ്ങളോട് പ്രതികരിച്ചതിന്. എന്തായാലും രാഷ്ട്രീയത്തിന് അതീതമായി സൗഹൃദം സൂക്ഷിച്ചിരുന്ന ഒരു വ്യക്തിത്വമായിരുന്നു ഉഴവൂർ വിജയന്റേത്. ഇടതു വലതു രാഷ്ട്രീയത്തിൽ എതിരാളികൾക്കെതിരെ കടുത്ത ഭാഷയിൽ വിമർശനമുയർത്തുമ്പോഴും വിജയൻ തന്റെ സൗഹൃദം കൈവിട്ടിരുന്നില്ല. രാഷ്ട്രീയക്കാരൻ എന്നതിലുപരി ഓരോ മലയാളിയുടെ മനസ്സിലും അടുത്ത സുഹൃത്തെന്ന സ്ഥാനം നേടിയ നേതാവാണ് ഉഴവൂർ വിജയൻ. സരസവും ഹാസ്യവും ഇടകലർന്ന സംഭാഷണത്തിലും എതിരാളികളെ പൊതുസമൂഹത്തിന് മുന്നിൽ മോശക്കാരനായി ചിത്രീകരിക്കാൻ അദ്ദേഹം ഒരുക്കമായിരുന്നില്ല. രാഷ്ട്രീയത്തിനതീതമായ സൗഹൃദം ഒരു ഘട്ടത്തിൽ പാർട്ടി വിടാനുള്ള തീരുമാനത്തിലും എത്തിച്ചിട്ടുണ്ട് വിജയനെ. എതിരാളികൾ പോലും നേരിൽ കാണുമ്പോൾ കുശലാന്വേഷണവുമായി അടുത്തുകൂടുന്നത് തന്നെ കേരളത്തിൽ ഉഴവൂരെന്ന രാഷ്ട്രീയക്കാരനല്ലാതെ മറ്റാർക്കും അവകാശപ്പെടാൻ കഴിയില്ല. ഇടതു വലത് രാഷ്ട്രീയത്തിന്റെ ഭാഗമായിരുന്നപ്പോഴും ഉഴവൂറിന്റെ ശൈലിയിലും പ്രവർത്തന രീതിയിലും മാറ്റമുണ്ടായില്ല. KSUവിന്റെ യൂണിവേഴ്സിറ്റി യൂണിയൻ സെക്രട്ടറി സ്ഥാനത്തു നിന്നും കാലഘട്ടങ്ങൾക്കിപ്പുറം NCPയുടെ സംസ്ഥാന അധ്യക്ഷൻ പദവിയിൽ എത്തിയപ്പോഴും പൊതുരംഗത്തെ സൗഹൃദങ്ങൾ തന്നെയായിരുന്നു ഉഴവൂറിന്റെ മുതൽക്കൂട്ട്. എതിരാളികളെ ശക്തമായ ഭാഷയിൽ വിമർശിക്കുമ്പോഴും നേരിൽ കാണുമ്പോൾ കൈകൊടുത്തും തോളിൽ തട്ടിയും തമാശ പറഞ്ഞും വിജയൻ തന്റെ സൗഹൃദം ദൃഢമാക്കാൻ എന്നും ശ്രമിക്കുമായിരുന്നു. ഉഴവൂർ വിജയൻ വിടവാങ്ങുമ്പോൾ രാഷ്ട്രീയത്തിലെ സൗഹൃദത്തിന്റെ പുഞ്ചിരിയാണ് അസ്തമിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം.